വലിയ സ്നേഹം നമ്മുടെ മേൽ നിറഞ്ഞതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശുവേ, അവിടുത്തെ കാരുണ്യം ഞങ്ങളുടെ മേൽ ജ്വലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ദൈവമേ, ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ, ഈ ലൈവിലൂടെ കർത്താവേ, ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങളെ ഒരുക്കിയതിനായി, ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി, ഞങ്ങളെ നിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒരു കാലത്ത് കർത്താവേ നിന്നെ അറിയാതിരുന്നവരാണ്, നിന്നെക്കുറിച്ച് മനസ്സിലാക്കാതെ വെറുമൊരു ലോക മകനായി, ലോക വ്യക്തിയായി ജീവിച്ചിരുന്നവരാണ് കർത്താവേ. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ വിളിച്ചു, അവിടുത്തെ സ്നേഹം ഞങ്ങളെ മഹത്വപ്പെടുത്തി, അവിടുത്തെ സ്നേഹം ഞങ്ങളെ വിശുദ്ധീകരിച്ചു. ആ സ്നേഹത്തിൽ കർത്താവേ ഇന്ന് ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വലിയ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നതിനായി, ഞങ്ങൾക്ക് രോഗസൗഖ്യം നൽകിയതിനായി, ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ദൈവം തൊട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളിലൂടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, ലോകം മുഴുവൻ ആ കൃപ എത്തുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കണമേ, അവിടുന്ന് ശക്തിപ്പെടുത്തണമേ, അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ അളവറ്റ കൃപയിൽ നമ്മൾ ഒരുമിച്ച് വീണ്ടും ഒരു ദിവസം കർത്താവിനെ ആരാധിക്കാൻ നമ്മൾ ചേർന്ന് വന്നിരിക്കുക. എല്ലാവരും ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തെ, എനിക്ക് തോന്നുന്നു ഒരിക്കൽ പോലും ദൈവസ്നേഹം അനുഭവിച്ചറിയാത്തവരായി ഇവിടെ ആരും ഉണ്ടാവത്തില്ല. ഏതൊരു വ്യക്തിയാണെങ്കിലും ഇന്നിപ്പോൾ ഈ ലൈവിൽ പങ്കെടുക്കുന്ന എത്രയോ കുടുംബങ്ങൾ കർത്താവിൻ്റെ സ്നേഹം ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ച് അറിഞ്ഞവരായിരിക്കും. പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും തമ്മിൽ നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ദൈവസ്നേഹത്തിനൊരു ഉദാഹരണമായി എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പകരമായി നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഓക്കെ, ഇങ്ങനെയായിരിക്കാം ദൈവസ്നേഹം. ഇപ്പോൾ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെയാണോ? അല്ലെങ്കിൽ ഒരു അപ്പൻ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് നമുക്കൊരു കമ്പാരിസൺ, ഈ ലോകത്ത് നമ്മുടെ കണ്ണിനോ നമുക്ക് അനുഭവവേദ്യമായ ഏതെങ്കിലും ഒരു പ്രവൃത്തി വെച്ചിട്ട് ദൈവസ്നേഹത്തെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ കമ്പാരിസൺ ചെയ്യാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എന്തായിരിക്കും? ഞാനൊരു വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ജസ്റ്റ് ഒരു വീഡിയോ, അതായത് വേറൊന്നുമല്ല, ഒരു കോമിക് സംഭവമാണ്. നമ്മളൊക്കെ സ്ഥിരമായിട്ട് കണ്ടിരിക്കുന്ന സാധനമുള്ള ഹൈഡ് ആൻഡ് സീക്ക്. അപ്പോൾ അപ്പനും അമ്മയും, അതായത് വല്യപ്പനും വല്യമ്മയും കൊച്ചു മകൻ്റെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നൊരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നോക്കി കിടക്കുകയാണ്, എവിടെയാണ് പുത്രൻ ഒളിച്ചിരിക്കുന്നത്, എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നുള്ളൊരു ഓട്ടമാണ്. കണ്ടുപിടിച്ചു, ചെക്കനെ കണ്ടുപിടിച്ചു. കൊച്ചിൻ്റെ സന്തോഷം നോക്കുക. അവൻ്റെ സത്യത്തിൽ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പോയിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ചെന്ന് പറയും. പക്ഷേ അപ്പനത് ചെയ്യുന്നില്ല, പകരം അമ്മയെ കണ്ടുപിടിക്കാൻ നടക്കുന്നു. രണ്ടുപേരും കൂടി അവിടെ പോയി അവർ വിജയിച്ചു, അവർ തുള്ളിച്ചാടി, അവർ വിജയിച്ചു. ഒരു വീഡിയോ കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് പ്ലേ ചെയ്യാമോ? നിങ്ങൾ വിചാരിക്കും എന്തിനാണാവോ ഇന്ന് ഈ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്നത്? ആരാണത് എന്നറിയില്ല. പുള്ളിയുടെ ഒരു കളിത്തോക്കാണ്. ആ കളിത്തോക്കുമായിട്ട് പുള്ളി എല്ലാവരും വെടിവെച്ചുകൊണ്ട് നടക്കുക. പിള്ളേരുടെ കൂടെ ഒരു കുഞ്ഞു മനസ്സായി കളിക്കുന്ന ഒരു കാർന്നോരെ കാണുന്നത്. അവിടെ വെടിവെച്ചു, അത് മരിച്ചു. അടുത്ത ആൾ വെടിവെക്കുന്നു, അടുത്ത ആൾ മരിക്കുന്നു. ആ പുള്ളി നോക്കുക, തീർന്നോ? ഇല്ലേ? ടിഷ്യും 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 എല്ലാവരെയും വെടിവെച്ച് തീർത്തു പുള്ളി. ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യാനുള്ളൊരു കാരണമുണ്ട്. ഒരു കാലത്ത് ആ കുടുംബത്തെ അല്ലെങ്കിൽ ആ നാടിനെ വിറപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അതിനകത്ത് ഒരാൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ കണ്ടതാണ്, അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു എന്ന് പറഞ്ഞു കേട്ടത്. അതായത് ഒരു കാലത്ത് ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടത്തെ വിറപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കാലത്തിലേക്കൊക്കെ ആയി. ഒരു പക്ഷേ അവരുടെ സ്വന്തം മക്കളോട് പോലും ഈ രീതിയിൽ, അതായത് പെറ്റ മക്കളോട് പോലും ഈ രീതിയിൽ പെരുമാറിയതായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ കൊച്ചുമക്കളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരെന്തായി? അവരാ കൊച്ചുമകൻ്റെ മാനസികാവസ്ഥയിലേക്ക് കടന്നു വന്നത്. അതായത് അപ്പാപ്പനും അമ്മാമ്മയും രണ്ടുപേരും കൊച്ചുമകൻ്റെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പോൾ
ആ ഹൃദയം അത്രയും ഹാർഡായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരാലും ഒരു രൂക്ഷ മനോഭാവത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആ മനോഭാവം മാറി താഴേക്ക് ഇറങ്ങി ഏറ്റവും ലളിതമായ തരത്തിലേക്ക് ആ വ്യക്തി ഇറങ്ങി വന്നു. എന്നിട്ട് അവരുടെ കൂടെ കളിക്കുക. അവരുടെ കൂടെ കളിച്ച് ആ കൊച്ചുമകനെ, സത്യത്തിൽ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ച് കൊച്ചിനെ കണ്ടു, നമ്മൾ ഓടിപ്പോയി ജയിക്കണമെന്ന ആഗ്രഹമുള്ളവൻ എന്ത് ചെയ്യും? ഓടിപ്പോയി കണ്ടേ എന്ന് പറയും. പക്ഷേ അവിടെ ജയിക്കണമെന്നൊരു ആഗ്രഹമൊന്നുമില്ല, കുഞ്ഞിനെ സന്തോഷിപ്പിക്കുക. എങ്ങനെ അവൻ്റെ ചിരി കാണാൻ പറ്റും, അവൻ്റെ സന്തോഷം കാണാൻ പറ്റും? ഇതാണ് മാതാപിതാക്കളുടെ അല്ലെങ്കിൽ വല്യപ്പൻ്റെയും വല്യമ്മയുടെയൊക്കെ ഹൃദയത്തിലുള്ള ചിന്തകൾ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഒരു കാലത്ത് ലോകത്തെ വിറപ്പിച്ചവൻ, നാടിനെ വിറപ്പിച്ചവൻ, പെട്ടെന്ന് അവൻ്റെ സ്വഭാവം മാറി, അവൻ താഴേക്കിറങ്ങി. അവൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു മാറ്റം അവരിൽ വന്നത്? എന്തായിരിക്കാം അതിൻ്റെ ബേസിക്? ഏത് കാരണം കൊണ്ടാണ് ഈ വ്യക്തി ആ മുകളിലെ അവസ്ഥയിൽ നിന്നും, ഒരു കാലത്ത് നാടിനെ വിറപ്പിച്ചിരുന്ന അവസ്ഥയിൽ നിന്നും ഇത്ര താഴോട്ട് ഇറങ്ങിയത് എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ പരിശോധിച്ചാൽ അതിനൊരൊറ്റ കാരണമേ കാണത്തുള്ളൂ. കൊച്ചുമകനോടുള്ള സ്നേഹമാണ്. ആ കൊച്ചുമകൻ്റെ സന്തോഷം കാണണം. ആ കൊച്ചുമകനോടുള്ള അവൻ്റെ സ്നേഹത്തിലാണ് ഇവരുടെ ആ ഒരു ഭാവത്തിലും അവരുടെ പ്രവർത്തനത്തിലും പ്രകടനങ്ങളിലും എല്ലാം വ്യത്യാസം വന്നു. എല്ലാത്തിലും ചേഞ്ച് വന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഒരു തോക്കും പിടിച്ചുകൊണ്ട്, അതായത് നമ്മൾ 5ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു 8 വയസ്സുള്ളപ്പോൾ 7 വയസ്സിലൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന അതേ കളിയിലേക്ക് അല്ലെങ്കിൽ അതേ തരത്തിലേക്ക് ആ മനസ്സ് താഴോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഈ ഒരു സ്നേഹം നമ്മളൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കൊരു വചനം ഒന്ന് വായിക്കാം. ഫിലിപ്പി ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുക. ഫിലിപ്പി ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. നിങ്ങളത് ചിന്തിച്ചു നോക്കുക. അതായത് ഈ ചക്രവാളം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ചക്രവാളം, അതായത് ഇപ്പോൾ ഞാൻ ഒരു തുറസായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ, ഒരുപക്ഷെ ഒരു മരുഭൂമിയിലോ അതല്ലെങ്കിൽ ഒരു കടലിലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ, ഒരു പക്ഷേ ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ മാക്സിമം 14 കിലോമീറ്റർ, ചിലപ്പോൾ അതിൽ കൂടുതൽ, അത്രയൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും ഒരു വ്യക്തിക്ക്. ഇപ്പം ഞങ്ങളെപ്പോഴും മലമുകളിൽ പോയി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ, നമുക്ക് മലമുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 15 20 കിലോമീറ്റർ അകലെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ പുകമഞ്ഞ് പിടിച്ച പോലെ നമുക്ക് വ്യക്തമല്ല, നമുക്ക് ക്ലിയർ അല്ല. എന്തോ ഒരു മഞ്ഞ് പോലെയൊക്കെ കാണാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു മനുഷ്യന് കാണാൻ കഴിയാവുന്ന ദൂരം, അതിനെ പറയുന്ന ഒരു ചക്രവാളം നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ ആ ഒരു ഏരിയ വരെ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് കാണാൻ പറ്റത്തുള്ളൂ. ഇനി ഒരുവൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അവൻ ഒരു പരിധി വരെ, ഇത്ര കിലോമീറ്റർ അവൻ ഉയരുമ്പോൾ വരെ നമുക്ക് താഴേക്കുള്ള സ്തംഭങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് ആ താഴെയുള്ള കെട്ടിടങ്ങളും മരങ്ങളും പുഴകളും എല്ലാം കാണാൻ പറ്റും. പക്ഷേ ഇത്ര കിലോമീറ്ററിൽ നിന്നും അകലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. എല്ലാം ഒരു പൊട്ട് പോലെ, ഒന്നും മനസ്സിലാവത്തില്ല. പിന്നെ മേഘങ്ങൾ മാത്രമേ ഉള്ളൂ. മേഘത്തിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സാറ്റലൈറ്റ് വീഡിയോസ് നമ്മൾ എടുത്ത് നോക്കുക, അവിടെയും നമുക്ക് ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ദൈവത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം, എനിക്ക് ഒരു സാധാരണ മനുഷ്യന് എനിക്ക് കാണാൻ കഴിയുന്ന ദൂരം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇതിനപ്പുറത്തോട്ടില്ല. എന്നാൽ ലോകത്ത് സയൻസിൻ്റെ ചില, പ്രത്യേകിച്ച് നാസ പോലെയുള്ള വലിയ പരീക്ഷണങ്ങൾ നടത്തുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം ഇതാണ്. അവിടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ പറയുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ നീളം അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ അകലം ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് അളക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഏകദേശം 13 വർഷം പ്രകാശവർഷം അകലമുണ്ട് എന്ന് അമേരിക്കയുടെ ചില റിപ്പോർട്ടുകൾ, അതായത് അത്രയും ഉണ്ട് എന്നല്ല, അത്രയും നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. ഇത്രയാണ് പറയുന്നത്. അതായത് ഏതൊരു സാറ്റലൈറ്റ് വിഗ്രഹം എന്തോ യാത്ര ചെയ്യുന്നുണ്ട്, 13 പ്രകാശവർഷം അപ്പുറയാണ് ഇന്നിപ്പോൾ അത് നിൽക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ പ്രപഞ്ചത്തിന് അത്രയും, ഇനിയും എത്ര ദൂരം പോകുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത്രയും അധികമുള്ള ഒരു പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിൽ തന്നെ നമുക്കിപ്പം വിസിബിൾ അല്ലാത്ത അനേക കാര്യങ്ങൾ, വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു സാധാ മനുഷ്യന് കാണാവുന്നത് ഈ പറയുന്ന ഇത്രയും കിലോമീറ്റർ. ഇങ്ങനെയുള്ള ഒരു ലിമിറ്റേഷനുള്ള ഒരു നോർമൽ മനുഷ്യനായ, ഒരു സാധാ മനുഷ്യനായി ദൈവത്തിൻ്റെ സമാനതയിൽ നിന്നും അവൻ താഴേക്ക് ഇറങ്ങി വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് നമ്മളൊരു സാറ്റലൈറ്റ് വീഡിയോ കാണുമ്പോൾ ഭൂമിയെ കാണാം, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുമുള്ള പലതിനെയും നമുക്ക് അതിനെ കാണാൻ പറ്റും. ഇങ്ങനെ ഇതിൻ്റെ എല്ലാം സൃഷ്ടാവായ, ഇതിൻ്റെ എല്ലാം നാഥനായ,
ഇതിന്റെ എല്ലാം സകലത്തിന്റെയും അധിപനായ ദൈവം, ആ ദൈവം ഇറങ്ങി വന്ന, താഴേക്ക് ഇറങ്ങി വന്ന തലമൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്കിതിനെ എന്ത് മാനദണ്ഡം വെച്ച്, ഈ ലോകത്തിന്റെ ഏത് അളവുകോല് വെച്ച് ഇതിനെ നമുക്കൊന്ന് കണക്ക് കൂട്ടാൻ പറ്റും? ഇപ്പോൾ ഒരു പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ 100% ദൈവം നിൽക്കുകയാണെങ്കിൽ 1% മാറി എന്ന് പറയാൻ പറ്റുമോ? അത് പറഞ്ഞാലും അത് പറ്റത്തില്ല. അതിനേക്കാളും എത്രത്തോളം താഴോട്ടാണ് യേശു ഇറങ്ങി വന്നത്, ദൈവം ഇറങ്ങി വന്നത്. അവിടെയാണ് ഫിലിപ്പി ലേഖനം ആത്മാവിൽ അപ്പോസ്തലനായ പൗലോസ് ഇറങ്ങി പറയുന്നത്, ദൈവത്തിന്റെ സമാനത നിലനിർത്തേണ്ട യാതൊരു കാര്യവുമായി പരിഗണിക്കാതെ അവൻ തന്നെ ശൂന്യനാക്കി, അവൻ ദാസന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഈ ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ അവന്റെ സ്നേഹത്തിന്റെ വലിപ്പം നമുക്ക് ചിന്തിക്കാനോ നമുക്ക് ഇമാജിൻ ചെയ്യാനോ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ വെച്ച് അതിനെ കമ്പാരിസൺ ചെയ്യാനോ സാധിക്കത്തില്ല. കാരണം അത്രത്തോളം വലുതാണ് ഈ ദൈവസ്നേഹം. അതായത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പമോ നീളമോ അതിൻ്റെ പ്രവർത്തനങ്ങളോ നമുക്ക് കാണാൻ കഴിയാവുന്ന ആ ഒരു കാര്യം വെച്ച് നോക്കിയാൽ പോലും, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ മാത്രം വെച്ച് നോക്കിയാൽ പോലും വേണ്ട, ഒരു ഇന്ത്യയുടെ, നമുക്കിപ്പം ഒരു സാധാ മനുഷ്യനെ കാണാൻ പറ്റാവുന്നത് ഒരു ജില്ല പോലും മുഴുവൻ കാണാൻ പറ്റത്തില്ല. ഒരു ജില്ല, അതിൻ്റെ സെൻട്രലിൽ നിന്ന് ചിലപ്പോൾ ഒരു ജില്ല അല്ലെങ്കിൽ 2 ജില്ല അത്രയൊക്കെ കാണാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ആ ഒരു മനുഷ്യനിലേക്ക്, ആ ഒരു സാധാരണ വ്യക്തിയിലേക്ക് അവൻ താണിറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അതെത്രത്തോളം വലുതാ, അതെത്രത്തോളം എങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും വലുതാണ്. അതാണ് ദൈവസ്നേഹം. അപ്പൊ ഈ ദൈവസ്നേഹത്തെ ഭൂമിയിലുള്ള യാതൊരു കാര്യം കൊണ്ടും നമുക്കതിനെ സമാന പോലെ, അല്ലെങ്കിൽ അതിനെ ഒന്ന് കമ്പാരിസൺ ചെയ്യാനോ നമുക്കതിനെ മനസ്സിലാക്കാനോ ഒരു ഉദാഹരണം പറഞ്ഞ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിൽ ഒരു മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും ഒരു സീനിയർ ഓഫീസറായിട്ടിരുന്ന ഒരു വ്യക്തി തൻ്റെ കൊച്ചുമകനോട് കളിക്കാൻ അവൻ്റെ മാനസികാവസ്ഥ എത്രത്തോളം താഴേക്ക് വന്നപ്പോഴേ നമുക്കൊരു കളിച്ചിരിയാണ്, ഒരു തമാശയാണ് അത് കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു കൗതുകം അത് കാണുമ്പോൾ. അങ്ങനെയെങ്കിൽ ദൈവം ചെയ്ത പ്രവൃത്തി എത്രത്തോളം വലുതാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കി. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മളൊരു അളവുകോല് വെച്ച്, ഏതെങ്കിലും ഒരു മീറ്ററോ ഒരു നീളമുള്ള എന്തെങ്കിലും എന്ത് വെച്ച് അളന്ന് തിട്ടപ്പെടുത്തി അതിനൊരു അതിർവരമ്പ് വെച്ച് വട്ടം ചുറ്റി 4 മതിൽ കെട്ടി അതിനെ തീർക്കുന്നത് എത്രത്തോളം പൈശാചികമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അതിന് യാതൊരു അതിർവരമ്പുകളില്ല. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, ദൈവസ്നേഹത്തിന് അതിർവരമ്പുകളില്ല, അതിരുകളില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം. യാതൊരു തരത്തിലും അതിന് അതിരുകളില്ല, അതിന് അളവുകളില്ല. ദൈവമാണ് നമ്മെ സ്നേഹിക്കുന്നത്, ദൈവമാണ് എന്നെ സ്നേഹിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 10-13 വർഷം മുമ്പ് ഞാൻ ആരായിരുന്നു, ഞാൻ എന്തായിരുന്നു, ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ ഇരുന്ന എന്നെ ഈ മൈക്കും പിടിപ്പിച്ച് ഇന്ന് ഇത്രയും അധികം കുടുംബങ്ങളുടെ മുൻപിൽ കർത്താവിന്റെ സുവിശേഷത്തെക്കുറിച്ച് പറയുവാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ സ്നേഹം മാത്രമാണ്. ആ സ്നേഹത്തിന് യാതൊരു വിധത്തിലും ഒരു മനുഷ്യനും അളവുകോല് നിർമ്മിക്കാൻ സാധിക്കത്തില്ല. 1 യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന വാക്യം നമുക്കത് വായിക്കാം. 1 യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായം 16-ാം വാക്യം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ഈ 2 മാനദണ്ഡം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് നീ ദൈവസ്നേഹത്തിലാണ് നീ വസിക്കുന്നെങ്കിൽ നീ ദൈവത്തിലാണ് വസിക്കുന്നത്, അപ്പോൾ ദൈവം നിന്നിൽ വസിക്കുന്നു. എന്നാൽ ഈ ദൈവസ്നേഹത്തിന് അതിർവരമ്പുകൾ നിർമ്മിക്കുകയോ ദൈവസ്നേഹത്തിന് ഏതെങ്കിലും തരത്തിൽ നീ ഒരു കെട്ടുപാടുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചാൽ നീ അതിന് പുറത്താ. നീ അതിന് പണ്ടേ പുറത്തുപോയി. കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ്, എനിക്ക് തോന്നുന്നു എത്ര വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ മകൻ ഒരു 3 വയസ്സ് അല്ലെങ്കിൽ ഒരു 2.5 വയസ്സ് ആ ഒരു സമയമൊക്കെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു, എൻ്റെ ഒരു ഓർമ്മയിൽ വെച്ചിട്ട് പറയുന്നു. അപ്പം കർണാടക, ഞാൻ അവിടെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി അവിടെ ചെന്നു. അവിടെ അവിടുത്തെ നാട്ടുപ്രമാണിയുണ്ട്. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ഒരു നാടിനെ ഭരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന പോലെ അവിടുത്തെ ഒരു നാട്ടുപ്രമാണിയുണ്ട്. അപ്പോൾ ഈ നാട്ടുപ്രമാണിയുടെ സ്ഥലത്താണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലത്താണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് എൻ്റെ പാർട്ട്ണർക്ക് നല്ല ബന്ധമാണ്. നല്ല ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വർഷമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ആ ഭവനത്തിൽ ഞങ്ങളൊന്ന് പോകാനിടയായി. അപ്പോൾ ആ വീട്ടിൽ സാധാരണഗതിയിൽ
നോർമൽ വ്യക്തികളൊന്നും ചെന്നാൽ അവരുടെ അകത്ത് പ്രവേശിക്കാൻ സാധ്യതയില്ല. അതായത് ഒരു MLA റാങ്കിന് മുകളിൽ, MLAയും അതിൻ്റെ റാങ്കിന് മുകളിലുള്ളവരാണെങ്കിൽ മാത്രമാണ് ഈ വീടിനകത്ത് കയറാറുള്ളൂ. പിന്നെ അവരുടെ റിലേറ്റീവ്സും. കാരണം ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയാണ്. പക്ഷേ ഈ മകനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കയറിയിരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കയറിയിരുന്നു. അപ്പോൾ കയറിയിരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ചേട്ടാ സാധാരണയൊന്നും ഇതിൻ്റെ അകത്ത് ആരെയും കയറ്റാറില്ല, പക്ഷേ ഇത് മകനോടുള്ള ഒരു ബന്ധത്തിൽ നമ്മളെ കയറ്റിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കാരണം ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ചും കണ്ട. കാരണം അവരുടെ വീട്ടിൽ തന്നെ ഒരു 10-20 പണിക്കാരുണ്ട്. അതൊരു വലിയൊരു മന പോലെ, അത്രയും വലിയ, അവിടുത്തെ ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയാണ്. 500 ഏക്കർ സ്ഥലവും അങ്ങനെ എല്ലാ രീതിയിലും അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. പോലീസ് പോലും അവരുടെ ഗ്രാമത്തിൽ പ്രവേശിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ വേണം. ആ രീതിയിലാണ് ആ ഗ്രാമം പോകുന്നത്. അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നൊരു സ്ഥലം. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെന്ന് കയറി. ഞങ്ങൾക്ക് നല്ലൊരു സൽക്കാരം തന്നു, ചായയൊക്കെ തന്നു. അപ്പോൾ ഈ കാർന്നോർ അവിടെയുണ്ട്. ഈ പറയുന്ന ഘനഗംഭീരനായ മീശയൊക്കെ പിരിച്ച് ഒരു തോൾമുണ്ടൊക്കെ ധരിച്ച് ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ തന്നെ ഞങ്ങൾ വിഷ് ചെയ്തു. ഓക്കെ കയറിയിരിക്കുന്നു പറഞ്ഞ് ഭയങ്കര സീരിയസ് ആയിട്ട്. പിന്നെ വൈഫും മക്കളൊക്കെയാണ് ഞങ്ങളോട് സംസാരിച്ചത്. ആളിറങ്ങി വിശേഷം ജസ്റ്റ് ചോദിച്ചു, പേരൊക്കെ ചോദിച്ചു. ആളങ്ങനെയാണ് പോവുകയും ചെയ്തു. ഇതിന് ശേഷം ഞങ്ങൾ കുറച്ച് മണിക്കൂറുകൾ അവിടെ ഇരുന്നു, വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുക. അപ്പോൾ തിരിച്ചു പോരാൻ നേരത്ത് ഞാൻ കാറിൽ കയറി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അപ്പം ഇവരുടെ ഗേറ്റിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 1 കിലോമീറ്റർ കൂടുതൽ ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യണം, ഇവരുടെ ആ ഒരു കോമ്പൗണ്ടിന് പുറത്തിറങ്ങണമെങ്കിൽ. അപ്പോൾ ഞാനിങ്ങനെ പോരുന്ന വഴിയിൽ ഇദ്ദേഹം നടന്നു വരിക. അപ്പോൾ ഞങ്ങൾ ഈ കാറിന് പോരുന്ന സമയത്ത് ജസ്റ്റ് അദ്ദേഹത്തോട് ഞങ്ങൾ യാത്ര പറയാനായിട്ട് ഒന്ന് കാർ നിർത്തി. അപ്പോൾ യാത്ര പറഞ്ഞു, ഓക്കെ ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ 2.5 വയസ്സുള്ള മകൻ ഈ കാർന്നവരുടെ കയ്യേൽ പിടിച്ചിട്ട് താഴോട്ട് ഇങ്ങനെ വലിച്ചു. പെട്ടെന്ന് പുള്ളി താഴേക്ക് താണു. നേരെ അദ്ദേഹത്തിൻ്റെ കവിളിലൊരു ഉമ്മ കൊടുത്തു. അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് ആ കണ്ണൊക്കെ എന്തോ പോലെയായി. പെട്ടെന്ന് ആളുടെ ഫേസൊക്കെ ഒന്ന് വ്യത്യസ്തമായി. ഓക്കെ എന്ന് പറഞ്ഞു, ശരി എന്ന് പറഞ്ഞു. ആൾ അങ്ങോട്ട് നടന്നും പോയി. ഞങ്ങൾ കാറിന് ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ പാർട്ട്ണർ പറഞ്ഞൊരു കാര്യമുണ്ട്. ചേട്ടാ, കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ജനിച്ചപ്പോൾ മുതൽ ഇന്ന് വരെ ഒരു പക്ഷേ ഇങ്ങനെയൊരു സ്നേഹം അദ്ദേഹം അനുഭവിച്ചത് ആദ്യമായിട്ടായിരിക്കും. അതായത് മകന് 2 കൊച്ചുമക്കളുണ്ട്, പക്ഷേ ആ കൊച്ചുമക്കളുടെ മുൻപിൽ പോലും അദ്ദേഹം ഒരിക്കലും ഇത് ചെയ്യാറില്ല. അല്ലെങ്കിൽ ആ കൊച്ചുമക്കൾക്ക് പോലും ഇദ്ദേഹത്തെ പേടിയാ, ഭയമാ. യാതൊരു രീതിയിലും ഇവരുടെ മുമ്പിൽ വരത്തില്ല, അത്ര പേടിയാ. ആ രീതിയിലാണ് അവിടുത്തെ ആ ഒരു ആ അറ്റ്മോസ്ഫിയർ കിടക്കുന്നത്. പക്ഷെ എൻ്റെ മോന് ഇതൊന്നും അറിയത്തില്ല. അവനെ സംബന്ധിച്ച് ഇപ്പം രാജാവായാലെന്ത്, സാധാരണക്കാരനായാലെന്ത്, പടയാളി ആയാലെന്ത്, ഇനിയിപ്പോൾ ഏതായാലെന്ത്, അവൻ സാധാരണ ചെയ്യാറുള്ള പോലെ എൻ്റെ വീട്ടിൽ എങ്ങോട്ട് പോയാലും എൻ്റെ അപ്പന് ഉമ്മ കൊടുത്തിട്ടൊക്കെ പോകുന്ന പോലെ അവൻ ആ സ്നേഹം ആ കാർന്നവരോട് ആളോട് കയ്യെ പിടിച്ച് വലിച്ച് വളരെ സ്നേഹത്തോടെ ഒരു ഉമ്മ കൊടുത്തു. അതായത് പുള്ളി കരഞ്ഞോ എന്ന് ചോദിച്ചാൽ കരഞ്ഞിട്ടില്ല, പക്ഷേ ആളുടെ ഹൃദയത്തിൽ ഒരു വലിയൊരു ഇന്ന് വരെ ലഭിക്കാത്തൊരു സ്നേഹം അദ്ദേഹം അനുഭവിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന് താഴേക്ക് വരാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യന്, ഒരു സാധാ വ്യക്തിക്ക് താഴേക്ക് ഇറങ്ങി വരാൻ വലിയ പാടാ. നമ്മൾ ദാവീദിനെ കാണുന്നുണ്ട് ബൈബിളിൽ. ദാവീദ് രാജാവായി നിൽക്കുമ്പോൾ അവൻ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുക. അവൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പെട്ടകത്തെ കൊണ്ടുവരുമ്പോൾ അവന്റെ ഭാര്യ പറയുക, ഇന്ന് ഇസ്രായേലിന്റെ രാജാവ് മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളന പാത്രമായി. കാരണം ഇസ്രായേലിലെ രാജാവിനൊരു പദവിയുണ്ട്, അവൻ രാജാവാണ്, അവന് കൊടുക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. എന്നാൽ അവൻ ആ സ്ഥാനത്തിൽ നിന്നും ആ സ്ഥാനത്തെ അവഹേളിച്ച് ഇസ്രായേൽ സ്ത്രീകളുടെ മുൻപിൽ ഒരു മോശക്കാരനായി നിന്നു എന്ന് അവന്റെ ഭാര്യ അവനോട് പരാതി പറയുക. ദാവീദ് തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട്, ഞാനൊരു കാലത്ത് വെറും ഒരു ആട്ടിടയനായിരുന്നു. ഞാനൊരു കാലത്ത് സാധാ പാടത്തും പറമ്പിലും ആടുകളെ മേയ്ക്കുന്ന ഒരു സാധാ മനുഷ്യനായിരുന്നു. എന്നാൽ ഇന്ന് എന്നെ ഇസ്രായേലിന്റെ രാജാവാക്കിയൊരു ദൈവമുണ്ട്. അവനാണ് സർവശക്തനായ ദൈവം. ആ ദൈവത്തിന്റെ മുൻപിലാ ദാവീദ് തുള്ളിച്ചാടി ആരാധിച്ചത്. അതുകൊണ്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, ഞാൻ സന്തോഷിക്കുക. എനിക്ക് യാതൊരുവിധ സങ്കടവുമില്ല അതിനകത്ത്. കാരണം എൻ്റെ ദൈവത്തിന്റെ മുൻപിലാണ് ഞാൻ ആരാധിച്ചത്. നിങ്ങൾ നോക്കുക, ആ ദാവീദ് രാജാവിന്റെ ഭാര്യയ്ക്ക് പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അവൾക്ക് അവളുടെ ഭർത്താവായ രാജാവിന് കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് നിന്നും അവൻ താഴേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ ഒന്ന് താഴേക്ക് അവനൊന്ന് ലാളിത്യത്തിലേക്ക് വന്നപ്പോൾ അതുപോലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ ദൈവം ചെയ്ത പ്രവൃത്തിയോ, ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കിയേ. ആ ദൈവം, സർവശക്തനായ സകലത്തിന്റെയും അധിപനായ ദൈവം താഴേക്ക് ഇറങ്ങി നമ്മിൽ ഒരുവനായി, ഒരു സാധാ ഒരു നോർമൽ പേഴ്സണായി മാതാവിന്റെ ഉദരത്തിൽ പിറന്ന് 10 മാസം ചുമന്ന്
30 വയസ്സ് വരെ അവൻ ആ ഭവനത്തിൽ കഴിഞ്ഞ് 30-ാം വയസ്സ് മുതൽ 3.5 വർഷക്കാലം പരസ്യ ജീവിതത്തിൽ ഓരോ വ്യക്തിയുടെ കൂടെ നടന്ന് 12 ശിഷ്യന്മാരോട് കൂടെ കാൽനടയായി നടന്ന് നമുക്ക് വേണ്ടി രക്ഷയായി കാൽവരി ക്രൂശിലേക്ക് നടന്നെടുത്തവൻ, നമുക്ക് വേണ്ടി അവന്റെ അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കിയവൻ, അവന്റെ സ്നേഹത്തിന് പകരം വെക്കാൻ നമുക്ക് എന്താ ഉള്ളത്? ആ സ്നേഹത്തിന് ഒരുവൻ അതിർവരമ്പ് തീർക്കുന്നുവെങ്കിൽ, ആ സ്നേഹത്തെ ഏതെങ്കിലും തരത്തിൽ അതിന് മതിൽ കെട്ടി തീർക്കുന്നുവെങ്കിൽ, അത് കർത്താവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ, അല്ലെങ്കിൽ അങ്ങനെ ഒരുവൻ ചെയ്തു കഴിഞ്ഞാൽ അത് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് 2 കൊരിന്തോസ് അതിന്റെ 11-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം നമ്മളോട് പറയുന്നുണ്ട്. 2 കൊരിന്തോസ് അതിന്റെ 11-ാം അധ്യായം 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു യേശുവിനെ ആരെങ്കിലും ഒന്ന് പ്രസംഗിക്കുകയോ, ഞങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ, നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. ആമേൻ, ഹല്ലേലൂയ. നമുക്കറിയാം, ഇപ്പോ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് നമ്മൾ മാത്രമല്ല പറയുന്നത്, എല്ലാവരും പറയും. ഒരുപക്ഷെ ചിലപ്പോൾ ഗാന്ധിജിയും പറയും യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഇന്ന് ഈ ലോകത്തുള്ള എല്ലാ മഹാത്മാരും, എല്ലാ രാഷ്ട്രീയക്കാരും, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ട് എല്ലാവരും പറയും യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച്. സകല വ്യക്തികൾക്കും യേശുവിന്റെ സ്നേഹത്തെ പറയാൻ പറ്റും. പക്ഷേ ഈ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഇവരൊക്കെ പറയുമ്പോഴും, ഈ സ്നേഹത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇവരിപ്പോഴും യേശുവിന്റെ സ്നേഹത്തിലാണോ അവരുടെ പ്രവൃത്തി എന്ന് ചിന്തിച്ചു നോക്കുക. അതായത് യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഇവർ പറയും, പക്ഷെ ഇവർ ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണോ? അപ്പൊ നമ്മളൊരു വെറുതെ ഒരു ചിന്തയിൽ വെച്ച് നോക്കുക. കഴിഞ്ഞ കുറച്ച് കാലം മുൻപ് 2 സഭകൾ തമ്മിൽ അടിയുണ്ടായിരുന്നു അല്ലേ? ഈ സ്വത്തിന്റെ തർക്കത്തിൽ യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഈ പള്ളി ഞങ്ങളുടെ, അപ്പുറത്തെ പള്ളി ഞങ്ങളുടെ, ആ സെമിത്തേരിയിലേക്ക് ഈ ശവം അടക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, എൻ്റെ ശവത്തെ ചവിട്ടി വേണം ഈ ശവത്തെ അടക്കാൻ എന്ന് പറഞ്ഞ കുറേ ആളുകൾ നമുക്കറിയാം. അതായത് ഒരു ഡെഡ് ബോഡി വെച്ചിട്ട് തർക്കമുണ്ടാക്കിയവർ ഒരുപാട് പേരുണ്ട്. അവർ നിൽക്കുന്നത് ആരെ പ്രതിയാ? ക്രിസ്തുവിനെ പ്രതിയാണ്. അവരും പ്രഘോഷിക്കുന്നത് ക്രിസ്തുവിനെയാണ്. അവരും അറിയപ്പെടുന്നത് ക്രിസ്ത്യാനി എന്ന് തന്നെയാണ്. എന്നാൽ ആ ക്രിസ്ത്യാനി എന്ന് അറിയപ്പെടുമ്പോൾ അവർ ജീവിക്കുന്ന ക്രിസ്തുവിലാണോ, അല്ലെങ്കിൽ അവർ ജീവിക്കുന്നത് ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് കാലം മുൻപ് എനിക്കൊരു, നമ്മൾ എടത്തുവ പള്ളിയിലൊരു വിഷയം പറഞ്ഞ് ഫോൺ ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു അവിടുത്തെ ഒരു അന്യ ആരാധനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തു യൂട്യൂബിൽ. അപ്പോൾ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പാവം അമ്മച്ചി, സത്യത്തിൽ ആ അമ്മച്ചി ഒരു പാവമാണ്, ആ അമ്മച്ചി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതായത്, നീ എവിടത്തുകാരനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്തുകാരനാണ്. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് പിന്നെ ഡാഷ് 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 കൊത്ത്, പിന്നെ അങ്ങനത്തെ വാക്കുകളാണ് വന്നത്. അതായത് ഈ കഴിഞ്ഞ കാലത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയും ചങ്ങനാശ്ശേരി രൂപതയും തമ്മിലുള്ള അഭേദ്യമായ ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ സ്നേഹത്തിൻ്റെ പ്രകടനം കുറച്ച് വ്യത്യസ്തമായിരുന്നു. അത് ചിലപ്പോൾ തെരുവിലായിരുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഫോൺ കോളുകളിലൂടെ ഇങ്ങനെ സ്നേഹം വാരി വിതറുന്ന രീതിയിലായിരുന്നു. അവരും ക്രിസ്ത്യാനികളെന്നാണ് പറയുന്നത്. നിങ്ങൾ അവരെ നോക്കിക്കോ, അവരും പറയുന്നത് ഞങ്ങളാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ ക്രിസ്തീയ ലേബലാണ് അവരുടെ കയ്യിലുമുള്ളത്. ഇനി മറ്റൊരു ഉദാഹരണം കൂടി നോക്കിക്കോ. ഇപ്പം ഏതെങ്കിലും ഒരു വഴിയോരത്ത്, ഇപ്പം എൻ്റെയൊക്കെ പഴയ സ്വഭാവം അങ്ങനെയായിരുന്നു, വഴിയോരത്ത് ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവദാസൻ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു പുച്ഛഭാവത്തോടെ അതിനെ നോക്കിക്കൊണ്ടിരുന്നത്, ഒരു കളിയാക്കലിലൂടെ അതിനെ നോക്കിക്കൊണ്ടിരുന്നത്, ഇങ്ങോരെ ഏതാ എന്ന രീതിയിലായിരുന്നു. പക്ഷേ വചനം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിൻ്റെ സ്നേഹം അദ്ദേഹം അനുഭവിച്ചത് കൊണ്ടാണ് അവൻ തന്നെ താഴ്ത്തി അവൻ ആ ടൗണിൽ നിന്ന് എൻ്റെ യേശു സ്നേഹമാണെന്ന് പ്രഘോഷിക്കാൻ കഴിയുന്നത്. ഇന്ന് നമ്മൾ നോക്കിക്കോ, എത്ര പേർക്ക് അത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്, എത്ര പേർക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നുണ്ട്. ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. മിക്കവർക്കും അതിനെ സ്വീകരിക്കാൻ പറ്റില്ല. അവർ പറയും, ഓ അതൊരു പെന്തോയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരാണ് കാണുന്നത്. അതായത് പറയുമ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് കത്തോലിക്കരാണ്, അല്ലെങ്കിൽ ഇപ്പുറത്ത് ഓർത്തഡോക്സ് ആണ്, ഇപ്പുറത്ത് യാക്കോബായക്കാരാണ്, ഇപ്പുറത്ത് മലങ്കരയാണ്, ഇങ്ങനെ പല ഡിനോമിനേഷനും നമുക്ക് വയ്ക്കാം. എല്ലാവരും ക്രിസ്തുവിലാണ് നിൽക്കുന്നത്, എല്ലാവരും ക്രിസ്തുവിൻ്റെ കീഴിലാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ്. നമ്മളെല്ലാം വായിക്കുന്നത് ഇതേ ബൈബിൾ തന്നെയാണ്, നമ്മളെല്ലാം പ്രഘോഷിക്കുന്നത് ഇതേ സുവിശേഷം തന്നെയാണ്. പക്ഷേ സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. മാവേലിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, മതസൗഹാർദ്ദം നമുക്കുണ്ട്.
അന്യനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ നമുക്ക് ആരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല? ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വൺ ഡേ പ്രയറിന് വേണ്ടി ഒരു ഹോൾ എടുക്കാനായിട്ട് ഒരു സ്ഥലത്ത് ചെന്നു. നമ്മുടെ ഞാനായിരിക്കുന്ന കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായൊരു സെൻറ്ററാണ്. അവിടെ സാധാരണ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, രാഷ്ട്രീയ പരിപാടികൾക്ക് വേണ്ടിയിട്ട്, വിവാഹത്തിന് വേണ്ടിയിട്ട്, മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഹോള് റെൻറ്റ് കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ രീതിയിലുള്ള റെൻറ്റേ ഉള്ളൂ. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയയുണ്ട്. ടൗണിനോട് അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. എല്ലാ രീതിയിലും നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അവിടുത്തെ അധികാരിയായ അച്ഛനെ കണ്ടു, സംസാരിച്ചു, വളരെ സ്നേഹത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്കൊരു പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ടാണ്, ഈ ഹോളൊന്ന് തരുമോ, എത്രയാണ് എൻ്റെ റെൻറ്റ്, എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊന്ന് സംസാരിച്ചു. അപ്പം അച്ഛൻ ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഞാൻ ഇന്ന സ്ഥലമാണ്, ഇന്ന ഇടവകയാണ്. അപ്പോൾ ഓക്കെ, ആ ഇടവകയിൽ നിന്നുള്ള പ്രാർത്ഥനയാണോ നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, അല്ല, ഇതൊരു എക്യുമെനിക്കൽ കൂട്ടായ്മയാണ്. എല്ലാ കൂട്ടായ്മയിൽ നിന്നും, അവിടെ കത്തോലിക്കരുണ്ടാവും, യാക്കോബായക്കാരുണ്ടാവും, എല്ലാ സഭകളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകും. അങ്ങനെ ഒരു സഭ എന്നില്ല, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന എല്ലാവരും അടങ്ങുന്ന ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്താനാണ് ഞാൻ ഈ ഹോള് ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഹോള് തരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛാ, സാധാരണ ഇപ്പോൾ ഒരു ഹൈന്ദവ ആചാരങ്ങൾക്ക് എന്ത് പരിപാടിക്ക് നിങ്ങൾ ഹോള് കൊടുക്കുന്നതാണല്ലോ, അല്ലെങ്കിൽ ഒരു മുസ്ലിംസ് ആണെങ്കിലും അവരുടെ പരിപാടിക്ക് ഹോൾ കൊടുക്കുന്നുണ്ട്, വേണ്ട പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട്, എല്ലാ പരിപാടിക്കും ഹോൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് എന്തുകൊണ്ട് തന്നുകൂടാ? നീ എന്ത് പഠിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, അല്ല, ഈ അവരൊക്കെ പഠിപ്പിക്കുന്നപ്പോൾ എന്തുവാ, അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന എന്തുവാ, അത് അച്ഛൻ പോയി നോക്കിക്കാറുണ്ടോ? അതെന്നെ നോക്കേണ്ട, എനിക്ക് നോക്കേണ്ട കാര്യമില്ല, പക്ഷെ നീ വന്നാൽ ശരിയാവത്തില്ല. അപ്പം ഞാൻ വീണ്ടും അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് എന്നെ യൂട്യൂബ് ചാനലുണ്ട്, ആ യൂട്യൂബ് ചാനലിൽ ലിങ്ക് വേണമെങ്കിൽ തരാം. എൻ്റെ ചാനലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്ന് തന്നെ റിജക്റ്റ് ആവുമല്ലോ, പ്രത്യേകിച്ച് പിന്നെ നാളത്തേക്ക് ഒരു ചിന്ത പോലും ഉണ്ടാവത്തില്ല. എന്തായാലും ഞാൻ ജീസസ് കൃഷ്ണൻ്റെ ചാനലിട്ട് കൊടുത്തു, അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തു. പക്ഷേ യാതൊരു വിധത്തിലും നമുക്ക് അനുകൂലമായൊരു നിലപാടുണ്ടായില്ല. അതായത് നമ്മൾ ക്രിസ്തുവിനെയാണ് പ്രഘോഷിക്കുന്നതെന്നും യേശുവിൻ്റെ വചനമാണ് നമ്മൾ പറയുന്നതെന്നും അല്ലെങ്കിൽ യേശുവിൻ്റെ സ്നേഹത്തിലാണ് നിൽക്കുന്നതെന്നും എല്ലാം പറയുമ്പോഴും നമുക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്യാൻ പോലും പലരും തയ്യാറല്ല. ബാക്കി എല്ലാത്തിനും അപ്പോൾ മതസൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ഘോരഘോരം പ്രഘോഷിക്കുന്നവരിവർ, അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ പേരിൽ മാവേലിയെ പൊക്കിക്കൊണ്ടുവന്ന് സ്വന്തം പോക്കലിടുന്നവന്മാരാകുമാർ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും, ഓണക്കുർബാനയും വിഷു കുർബാനയും എല്ലാം ചെയ്യും. കാരണം അതൊക്കെ മതസൗഹാർദ്ദമാണ്, ഇതൊക്കെ മനുഷ്യൻ സ്നേഹമാണ്, ക്രിസ്തു സ്നേഹമാണ്, ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളൊരു ആവശ്യത്തിന് ഇങ്ങനെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹവും കാണത്തില്ല, യാതൊരുവിധ കാര്യവും കാണത്തില്ല. ഇതെങ്ങനെയാണ് ശരിയാകുക? ഇവിടെ അവർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണോ നിലനിൽക്കുന്നത്? ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് ഇവർ മറ്റേതോ മാനദണ്ഡം സൃഷ്ടിക്കുന്നു. നമ്മൾ നേരത്തെ വായിച്ച വചനം 2 കൊരിന്ത്യർ അതിൻ്റെ 11-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാതെ മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാതെ മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിന് കീഴടങ്ങിയായിരിക്കും ചെയ്യുക. 3 പ്രധാനപ്പെട്ട വിഷയം. 1, മറ്റൊരു യേശു. 2, മറ്റൊരു ആത്മാവ്. 3, മറ്റൊരു സുവിശേഷം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാ അപ്പോസ്തലൻ പറയുന്നത്. ഒന്നാമത്തെ വിഷയം മറ്റൊരു യേശു. ആരാണ് ഈ മറ്റൊരു യേശു? അതായത് പറയുമ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നു. എന്നാൽ ആ യേശു യഥാർത്ഥമായ യേശുവാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവർ പ്രഘോഷിക്കുന്ന യേശു, ഇവർ മുറുകെ പിടിക്കുന്ന യേശു അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച യേശുവാണോ അതോ മറ്റൊരു യേശുവാണോ? ആ യേശുവിൻ്റെ മുഖം മൂടി മാത്രമേ ഉള്ളൂ, അതേ അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച യേശു തന്നെയാണോ എന്നെങ്ങനെ പരിശോധിച്ചറിയാൻ പറ്റും? അത് പരിശോധിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ വായിച്ചൊരു വചനമുണ്ട്. അപ്പസ്തോലന്മാർ എന്താണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്, യേശുവിനെ കുറിച്ച് പ്രഘോഷിച്ചത്? അതാണ് 1 യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 7 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു പോവുക. 1 യോഹന്നാൻ, എല്ലാവരും ബൈബിൾ എടുത്ത് ആ വാക്യങ്ങളൊന്ന് വായിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ നാളെ ഈ മറ്റൊരു യേശുവിനെ പ്രഘോഷിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഇത് എൻ്റെ യേശുവല്ല, ഇത് അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച യേശുവല്ല, ഇത് വിശുദ്ധ ബൈബിളിൽ കാണുന്ന യേശുവല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കത് വായിച്ചു പോകാം. 7-ാം വാക്യം മുതൽ വായിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം, എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. അതായത് പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. സ്നേഹം എവിടെ നിന്ന് വരുന്നത്? ദൈവത്തിൽ നിന്നാണ് വരുന്നത്.
മാനുഷികമായ സ്നേഹമുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, അതായത് അപ്പാപ്പൻ കൊച്ചുമനോടുള്ള സ്നേഹം. ആ സ്നേഹം ഒരിക്കലും ദൈവീകമായൊരു സ്നേഹമൊന്നുമല്ല. ആ അപ്പന് ഇനി വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. പുള്ളി റിട്ടയറായി, ആകെ കാലത്ത് കിട്ടുന്ന കഞ്ഞി, ഉച്ചയ്ക്കുള്ള ചോറ്, വൈകുന്നേരം എന്തെങ്കിലും, ഇതൊക്കെ ഭക്ഷിക്കാനേ നേരമുള്ളൂ. അപ്പം അങ്ങോട്ട് ആ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ കൊച്ചുമകൻ്റെ കൂടെ അവനോടുള്ള സ്നേഹത്തിൽ അവനുമായി കളിച്ച് ചിരിച്ച് ഇങ്ങനെ ആഘോഷിച്ച് നടക്കുക. ഇത്രയേ ഉള്ളൂ. അത് ദൈവത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ്. പക്ഷേ അത് ദൈവസ്നേഹമായിട്ട് നമുക്കൊരിക്കലും കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വചനം പറയുകയാണ്, നമുക്ക് പരസ്പരം സ്നേഹിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് സ്നേഹം നമ്മളുടെ ഉള്ളിൽ വരണം. അല്ലെങ്കിൽ അവനെ നമുക്ക് ശത്രുപക്ഷത്തായിരിക്കും കാണാൻ പറ്റുക. ആ വ്യക്തി, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു മനുഷ്യനെ ശത്രുവായി കണ്ട് അവനെ നശിപ്പിക്കാൻ, അവനെതിരെ പഴി പറ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങും. അടുത്ത വാക്യം വായിച്ചോ. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അപ്പൊ ഒരുവൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ എവിടെ നിന്ന് ജനിച്ചത്? ദൈവത്തിൽ നിന്നാണ് ജനിച്ചത്. അവന് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, സ്നേഹം അവനിൽ പ്രതിഫലിക്കുന്നില്ലെങ്കിൽ അവൻ ദൈവത്തെ കണ്ടിട്ട് പോലുമില്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ട് പോലുമില്ല. തെരുവിൽ അവകാശങ്ങൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സ്വത്തിന് വേണ്ടി സ്വന്തം സഹോദരങ്ങളെ വലിച്ചെറിയുന്നുവെങ്കിൽ, രണ്ടായി വിഭജിക്കുന്നുവെങ്കിൽ, പരസ്പരം കടിച്ചു കീറുന്നുവെങ്കിൽ, സ്വന്തം സഹോദരന്റെ ആരെങ്കിലും ഒരാൾ മരിച്ചപ്പോ അവന്റെ ജഡം, അവന്റെ ഡെഡ് ബോഡി വെച്ച് പോലും വാദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അവൻ ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവസ്നേഹം അവനിലില്ല, അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടില്ല, അവൻ വീണ്ടും ജനിച്ചിട്ടില്ല, അവൻ എപ്പോഴും പഴയ പാപത്തിൽ കഴിയുകയാണ്, പഴയ തിന്മയിൽ. അവൻ ആദ്യം എന്തായിരുന്നോ അതേ വ്യക്തിത്വം തന്നെയാണ്, യാതൊരുവിധ മാറ്റവും ഇല്ല. അവൻ പണ്ട് ഗുണ്ടയായിരുന്നെങ്കിൽ ഇന്നും ഗുണ്ടയാ, അവൻ പണ്ട് കള്ളവാറ്റ് നടത്തിയെങ്കിൽ ഇന്നും കള്ളവാറ്റ് നടത്തുന്ന, അന്ന് കള്ളവാറ്റ് നടത്തിയ, പക്ഷെ ഇന്ന് അതല്ല, അതിന്റെ തലം മാറി, രീതി മാറി, ഇത്രേ വ്യത്യാസമുള്ളൂ. അതേ ബിസിനസ് അല്ലെങ്കിൽ അതേ രീതി, അതേ ഗുണ്ടായിസം ഇന്ന് യേശുവിന്റെ പേര് പറഞ്ഞ് നടത്തും. ഇത്രേ വ്യത്യാസമുള്ളൂ, യാതൊരു വിധ വ്യത്യാസവും ഇല്ല. അവൻ ദൈവത്തെ കണ്ടിട്ടില്ല, അവൻ ദൈവത്തിൽ നിന്നും ജനിച്ചിട്ടുമില്ല. വീണ്ടും വചനം പറയുക, അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ അറിയുന്നു. അപ്പൊ സ്നേഹിക്കാത്തവനോ ദൈവത്തെ അറിയുന്നില്ല. വീണ്ടും 8-ാം വാക്യം ഒന്ന് വായിക്കാം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹമാണ്. അപ്പൊ ഒരു വ്യക്തി പറയുക, ഞാൻ യേശുവിന്റെ കൂടെ നടക്കുന്നത്, ഞാൻ യേശുവിന്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ അത് അപ്പസ്തോലന്മാര് പഠിപ്പിച്ച യേശുവാണെങ്കിൽ, മറ്റൊരു യേശുവല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ നിന്നും സ്നേഹമായിരിക്കും പുറത്തേക്ക് വരിക, അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ സ്നേഹമായിരിക്കും പുറത്തേക്ക് വരിക. ഈ ലേഖനം നിങ്ങൾ 7-ാം വാക്യം മുതൽ അതിന്റെ 16-ാം വാക്യം വരെ വായിച്ചാൽ മുഴുവൻ ഈ സ്നേഹത്തെ കുറിച്ചാ. അടുത്ത വാക്യം വായിച്ചു. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിച്ചിരിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം, എത്രത്തോളം ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് അവൻ താഴോട്ട് ഇറങ്ങി വന്നേ. ആ സ്നേഹത്തെ നമുക്ക് ഈ ഭൂമിയിലെ എന്തെങ്കിലും ഒരു കാര്യം വെച്ച് കമ്പാരിസൺ ചെയ്യാൻ പറ്റൂ? 10-ാം വാക്യം, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തതു എന്നതിലാണ് സ്നേഹം. അതാണ് ദൈവസ്നേഹം. ഇതിന് ഏതെങ്കിലും തരത്തിലൊരു അതിർവരമ്പ്, ഓക്കെ, ഇന്ന കാറ്റഗറിയിലെ ദൈവം സ്നേഹിക്കത്തുള്ളൂ, ഇന്ന തലത്തിലെ ദൈവം സ്നേഹിക്കത്തുള്ളൂ, ദൈവം നിന്നെ ഇനി ഒരിക്കലും സ്നേഹിക്കത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അപ്പസ്തോലന്മാർ പഠിപ്പിച്ച ക്രിസ്തുവല്ല, അത് മറ്റൊരു ക്രിസ്തുവാണ്. അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച ക്രിസ്തുവല്ല, അത് മറ്റൊരു ക്രിസ്തുവാ. പൗലോസ് അപ്പസ്തോലൻ 1 കൊരിന്ത്യസ് അതിന്റെ 13-ാം അധ്യായം വായിക്കേണ്ട, നിങ്ങളെല്ലാം വായിച്ച് ഹൃദയത്തിലും ചിന്തയിലും തറമായി കിടക്കുന്ന വാക്യമാണ്. അപ്പസ്തോലൻ എന്താ പഠിപ്പിക്കുന്നത്? അവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന വിഷയം ദൈവത്തിന്റെ സ്നേഹമാണ് സർവോത്കൃഷ്ടം. യാതൊരു വിധത്തിലും ഈ സ്നേഹത്തിന് ഒരു അതിർവരമ്പ് നിർമ്മിക്കാൻ കഴിയത്തില്ല എന്ന് വ്യക്തമായി പറയുന്നതാണ് അപ്പസ്തോലൻ. വളരെ കൃത്യമായി അപ്പസ്തോലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹമാണ് അതിന്റെ പൂർണ്ണത, സ്നേഹം സർവോത്കൃഷ്ടം. ബാക്കി നീ ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്ത എന്തൊക്കെ ചെയ്തോ, പക്ഷെ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ഇതാണ് അപ്പസ്തോലൻ അവിടെ പഠിപ്പിച്ചു വെക്കുന്നത്. അപ്പൊ നമ്മള് യോഹന്നാൻ പഠിപ്പിച്ച ക്രിസ്തുവിനെ കണ്ടു. യോഹന്നാന്റെ സുവിശേഷത്തില് യഥാർത്ഥത്തില് 4 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷം. അതിന്റെ വളരെ ഷോർട്ടായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത മുഴുവൻ ആ സുവിശേഷത്തിലുണ്ട്. മത്തായി സുവിശേഷം എഴുതി തുടങ്ങുമ്പോൾ വംശാവലി എഴുതി തുടങ്ങുന്നേ,
ആ വംശാവലി എഴുതി തുടങ്ങുമ്പോൾ അവിടെ നമ്മളെ മുൻപിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അവൻ ദൈവമായിരുന്നിട്ടും, അവൻ സൃഷ്ടാവായിരുന്നിട്ടും, അവൻ സർവശക്തനായിരുന്നിട്ടും, സകലത്തിൻ്റെയും അധിപനായിരുന്നിട്ടും അവൻ താണിറങ്ങി ഒരു മനുഷ്യകുലത്തിൽ വന്ന് പിറന്നു. ദാവീദിന്റെ കുലത്തിൽ, മറിയത്തിന്റെ ഉദരത്തിൽ സാധാ മനുഷ്യനായി വന്ന് പിറന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാ മത്തായി തൻ്റെ ആ വംശാവലി എഴുതി വെക്കുന്നത്. അപ്പൊ ദൈവസ്നേഹത്തിന്റെ ആഴം തുടങ്ങി മത്തായി സുവിശേഷത്തിന്റെ അവസാനിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും പൂർണ്ണത അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ചതിനെ കുറിച്ചും അങ്ങനെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ലോകമെങ്ങ് പോയി സകല സൃഷ്ടികളോടും സുവിശേഷം, സന്തോഷ വാർത്ത, സുവിശേഷം പ്രഘോഷിക്കുവിൻ, കാരണം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന വാഗ്ദാനം പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുന്നത്. വീണ്ടും മത്തായി കഴിഞ്ഞു, മർക്കോസിന്റെ സുവിശേഷം നോക്കുക, അത് മുഴുവൻ ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. ലൂക്കാ സുവിശേഷം നോക്കുക, ആ നടന്ന സംഭവങ്ങൾ മുഴുവൻ ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. യോഹന്നാന്റെ ലേഖനം, സുവിശേഷം മുഴുവൻ ദൈവസ്നേഹമാണ് പറഞ്ഞു തുടങ്ങുന്നത് പോലും. സ്നേഹത്തിന്റെ സുവിശേഷം എന്നാണ് അതിനെ പറയുന്നത്. ഇങ്ങനെ യാതൊരു വിധത്തിലും അതിർവരമ്പുകൾ നിർമ്മിക്കാത്ത സ്നേഹം, ആ സ്നേഹം കവിഞ്ഞൊഴുകുന്ന സ്നേഹം, ആ സ്നേഹത്തെക്കുറിച്ച് അപ്പസ്തോലന്മാർ മുഴുവൻ നമ്മളെ പഠിപ്പിച്ചത്. പത്രോസിന്റെ ലേഖനത്തിലെ 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 10 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇപ്പോൾ നമ്മൾ മത്തായെ കണ്ടു, മർക്കോസിനെ കണ്ടു, ലൂക്കായെ കണ്ടു, യോഹനാനെ കണ്ടു, സെയിൻറ്റ് പോളിനെ കണ്ടു. 5 പേര് പഠിപ്പിച്ച ദൈവസ്നേഹത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി പത്രോസും കൂടെ നമുക്കൊന്ന് പോകാം. പത്രോസ് പ്രധാനപ്പെട്ട അപ്പസ്തോലനാണല്ലോ. 1 പത്രോസ് 1-ന്റെ 10 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെപ്പറ്റി മുൻകൂട്ടി അറിയിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു. ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. അവരാകട്ടെ അത് എപ്പോഴെന്നും എങ്ങനെയെന്നും ആരായുകയും ചെയ്തു. അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടിരുന്നു. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി സുവിശേഷ പ്രസംഗകർ ഇക്കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ. ഇവയിലേക്ക് എത്തി നോക്കാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു. പത്രോസ് ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് അപ്പസ്തോലൻ അവിടെ വെളിപ്പെടുത്തുക. അവിടെ പ്രധാനപ്പെട്ട വിഷയം ആദ്യം പറയുന്നു, ഒന്ന്, നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെ, നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന ആ ദൈവത്തിന്റെ കൃപയെ, ആ സ്നേഹത്തിന്റെ തലത്തെ മുൻകൂട്ടി അറിയിച്ച പ്രവാചകന്മാർ, പഴയ നിയമത്തിലെ സകല പ്രവാചകന്മാരും ആ രക്ഷയെക്കുറിച്ച് ആരാഞ്ഞു, അത് അന്വേഷിച്ചു, അതവർ കണ്ടെത്തി, അവരത് മനസ്സിലാക്കി. അത് ക്രിസ്തു സഹിക്കേണ്ടിയിരിക്കുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ആത്മാവിൽ അവർ പ്രവചിച്ചു. അവരത് എഴുതി വെച്ചു, അത് മുൻകൂട്ടി പറഞ്ഞു വെച്ചു. വീണ്ടും 12-ാം വാക്യം പറയുക, അവർ തങ്ങളെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് സുവിശേഷകന്മാർ നിങ്ങളുടെ മുൻപിൽ എഴുതി വെച്ചു. 4 സുവിശേഷത്തിനും ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് എഴുതി വെച്ചു. ഈ ഭൂമിയിലേക്ക് വരുന്ന ആ പുത്രനെ കുറിച്ച്, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന അവൻ്റെ കാൽവരിയിലെ സ്നേഹത്തെക്കുറിച്ച്, അവനെ അയക്കുന്ന പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ഇതെല്ലാം അപ്പസ്തോലന്മാരിലൂടെ നടന്ന സംഭവങ്ങൾ സുവിശേഷത്തിൽ വ്യക്തമായി എഴുതി വെച്ചു. അതിനുശേഷം ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, സുവിശേഷ പ്രസംഗകർ ഇക്കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് 12-ാം വാക്യത്തിൻ്റെ അവസാനം ഇവയിലേക്ക് എത്തി നോക്കാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു. ഇവയിലേക്ക് എത്തി നോക്കാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു. പണ്ട് ഞങ്ങൾ ഇസ്രായേൽ ടൂർ പോയി, ഇസ്രായേലിന് യാത്ര പോയി. എനിക്കെല്ലാം ഒരു കൗതുകമാണ്, എല്ലാം കാണുക, ആസ്വദിക്കുക എന്നുള്ള സാധനമാണ്. അപ്പോൾ ഇസ്രായേലിന് ടൂർ പോയി കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൽ നിന്നും ഈജിപ്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവിടെ ഈ എന്താ പറയുക, പാസ്പോർട്ടൊക്കെ വെരിഫൈ ചെയ്ത് അവർ ഇതൊക്കെ ചെയ്ത് നോക്കുന്ന സ്ഥലത്ത് അപ്പോൾ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെ ഒരു സംഭവമാണ്, 2 സൈഡിലും ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ താഴെ ഗ്ലാസ് ഇല്ല, താഴെ ഓപ്പൺ ആണ്. 2 സൈഡിൽ നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് നമുക്ക് കാണണമെങ്കിൽ ഈ ഗ്ലാസിൻ്റെ അടുത്ത് പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റുന്ന സംഭവമാണ്. ഞങ്ങൾ ഇങ്ങനെ നടുക്കേ കൂടെ ഇങ്ങനെ നടന്ന് വരിയായി ഇങ്ങനെ പോവുക. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള 40 പേരിലധികം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഇസ്രായേൽ പട്ടാളക്കാർ, സ്ത്രീകളും പുരുഷന്മാരും, നല്ല ഹൈറ്റ് ഉള്ളവർ തോക്കൊക്കെ പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ചിരിയും കളിയും തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ ഒന്ന് നോക്കി, കാരണം നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല, പക്ഷെ അടുത്ത് വന്ന് നോക്കിയാൽ അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, പക്ഷേ അവർക്ക് എന്നെ കൃത്യമായിട്ട് കാണാനും പറ്റും. അപ്പോൾ ഞാനിങ്ങനെ അടുത്ത് പോയി നോക്കി. അതിനുശേഷം ഞങ്ങൾ ഇപ്പുറത്ത് വന്ന് ഞങ്ങളിങ്ങനെ പൊട്ടിച്ചിരിച്ച് എന്തൊക്കെയോ തമാശ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞത് തമാശയായിരുന്നു. പെട്ടെന്ന് അവിടുന്ന് ഒരു ഓഫീസർ നടന്നു വന്നു. അവൻ്റെ കയ്യിൽ ഒരു സ്കാനർ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. അവൻ ആ ഗ്ലാസ്സിലേക്ക് വെച്ചു. ഈ ഗ്ലാസ് 2ആയിട്ട് മാറി. എൻ്റെ കയ്യെ പിടിച്ചു, നേരെ പുറത്തേക്ക് കിടത്തി. അവൻ ആ ഗ്ലാസ് ക്ലോസ് ചെയ്തു, ലോക്ക് ചെയ്തു, അങ്ങോട്ട് പോയി.
എൻ്റെ പൊന്നെ, എൻ്റെ താഴേന്ന് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കത്തി കയറി വന്നു. എൻ്റെ എന്തിനാ കൊണ്ടുപോകുന്നത്? നമ്മൾ ചിരിച്ച് കളിച്ച് തമാശ പറയുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഈ പട്ടാളക്കാരൻ വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ഈ ക്യൂവിൻ്റെ അകത്തോട്ട് കയറി ഇയാൾ വരണമെങ്കിൽ കറങ്ങി തിരിഞ്ഞ് അതിൽ കൂടെയൊക്കെ നടന്നു വരണ്ടേ. പക്ഷേ ഇതിൻ്റെ ഇടയിലൊക്കെ തുറക്കാൻ പറ്റുന്ന സാധനമൊന്നും നമുക്കറിയത്തില്ലല്ലോ. നമ്മൾ വെറുതെ ഒന്ന് എത്തി നോക്കിയതാ, വെറുതെ ഒന്ന് നോക്കിയുള്ളൂ. പോലീസുകാരൻ എന്നെ പിടിച്ചുകൊണ്ട്, പട്ടാളക്കാരൻ അതും തുറന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോയി. എൻ്റെ ബാഗ് മുഴുവൻ പരിശോധിച്ചു, വീണ്ടും സ്കാൻ ചെയ്തു, അടി മുതൽ മുടി വരെ എന്നെ പരിശോധിച്ചു. എൻ്റെ അപ്പനപ്പൂപ്പന്മാരുടെ പേര് തുടങ്ങി ഞാൻ യാത്ര ചെയ്ത സകല ഡീറ്റെയിലും, എവിടെയൊക്കെ പോയി, ഞാൻ എന്തിനു പോയി, എനിക്കറിയാവുന്ന ഇംഗ്ലീഷും സകലതും വെച്ച് എന്നെ പരിശോധിച്ച് അങ്ങേറ്റം വരെ കൊണ്ടുപോയി. എനിക്ക് കാര്യം മനസ്സിലായില്ല, ഇങ്ങോട്ട് എന്തിനു വേണ്ടിയിട്ട് എന്നെ ഇതൊക്കെ ചെയ്തേ. ഞാൻ എന്താ ചെയ്തേ? വെറുതെ ഒന്ന് എത്തി നോക്കി. ഈ ആവശ്യമില്ലാത്തടത്ത് നോക്കിക്കഴിഞ്ഞാലുള്ള പ്രശ്നം അതാ. ഇസ്രായേലിനെ സംബന്ധിച്ച് നമുക്കറിയാം, അവരുടെ രാജ്യം അങ്ങനെയാ. ആ രാജ്യത്തിന് ചുറ്റും ശത്രുക്കളാ. ആരാണ് ശത്രു, ആരാണ് നശിപ്പിക്കാൻ വന്നത്, ആരാണ് കാഴ്ചക്കാരനായി വന്നത് അവർക്കറിയത്തില്ല. അവർക്ക് എല്ലാവരെയും ഒരുപോലെ സംശയമാണ്, അവരെല്ലാവരെയും ഒരുപോലെ നോക്കുന്നേ. ഇങ്ങനെയുള്ള ഇസ്രായേൽ പട്ടാളം എന്നെ പിടിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇവിടെ വചനം ശ്രദ്ധിച്ചേ, ദൈവദൂതന്മാർ പോലും എത്തി നോക്കാൻ ഭയക്കുന്നു. എവിടേക്ക്? ആ രക്ഷയിലേക്ക്, യേശു ചെയ്ത ആ പ്രവൃത്തിയിലേക്ക്. കാൽവരിയിൽ ക്രൂശിതനായി അവൻ കിടക്കുകയാ. മനുഷ്യകുലത്തിന്റെ പാപത്തിന് വേണ്ടി, നമ്മളുടെ ഓരോരുത്തരുടെയും പാപത്തിന് വേണ്ടി അവൻ ക്രൂശിതനായി കിടക്കുക. കിടക്കുന്ന ആരാ? ദൈവമാ. ദൂതന്മാർക്കറിയാം ആ കിടക്കുന്ന മനുഷ്യപുത്രൻ ദൈവമാ. അവൻ സർവസൃഷ്ടാവായ ഞങ്ങളെയും ഈ മനുഷ്യരെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവം തന്നെയാ. ആ ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? അതിലേക്ക് എത്തി നോക്കാൻ പോലും ഒരു ഭയക്കുക. കാരണം എന്താ? ആ സ്നേഹത്തിന്റെ ആഴം അവർക്ക് മനസ്സിലായി. ദൂതന്മാരിൽ ഒരു ദൂതനായിരുന്നു ലൂസിഫർ. അവൻ നശിച്ചു, അവൻ പാപം ചെയ്തു, അവൻ അഹങ്കാരിയായി. പക്ഷെ ആ ലൂസിഫറിന് വേണ്ടി ദൈവം ഒന്നും ചെയ്തില്ല. ദൈവം താഴേക്ക് ഇറങ്ങി വന്നില്ല. ദൈവം അവന് വേണ്ടി യാതൊരു കാര്യം ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. ഒരു പറ്റം ദൂതഗണങ്ങൾ നശിച്ചുപോയി ലൂസിഫറിന്റെ ഒപ്പം. ഒരു പറ്റം ദൂതഗണങ്ങൾ, അവർക്ക് വേണ്ടിയും ദൈവം ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇതാ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മക്കൾക്ക് വേണ്ടി, മനുഷ്യകുലത്തിന് വേണ്ടി ഇതാ ദൈവം തന്നെ താഴോട്ടിറങ്ങി വന്ന് ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ നടന്ന് ജീവിച്ച് അവൻ ആ മനുഷ്യന് പോലും അടിമപ്പെട്ടുകൊണ്ട് കാൽവരിയിൽ ക്രൂശിതനായി കിടക്കുക. ഈ ദൈവസ്നേഹത്തിലേക്ക് നോക്കാൻ പോലും ദൂതന്മാർക്ക് കഴിയുന്നില്ല. ഈ ദൈവസ്നേഹത്തിലേക്ക് എത്തി നോക്കാൻ പോലും ദൂതന്മാർ കൊതിക്കുകയാ, ഭയക്കുകയാ. കാരണം അവർക്ക് കൊതിയാ, ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാത്തത് ഇതാ ദൈവം ചെയ്തുവല്ലോ എന്ന ഒരു കൊതിയോടുകൂടി അവർ നിൽക്കുന്നേ. ഈ ദൈവസ്നേഹത്തെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുന്നത്? നമ്മളിങ്ങനെ അതിർവരമ്പ് വെച്ച് അതിനെ ചില മാനദണ്ഡങ്ങൾ വെച്ച് നമ്മൾ അതിനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നേ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ പാപിയായിരുന്നപ്പോൾ നമ്മളെ വിളിച്ചൊരു ദൈവം, ഞാൻ തിന്മ ചെയ്ത് എൻ്റെ കരം രക്തപങ്കിലമായിരുന്നപ്പോ എന്നെ വിളിച്ചു വേർതിരിച്ച ഒരു ദൈവം, എന്നെ വിശുദ്ധീകരിച്ചൊരു ദൈവം. ഞാൻ എങ്ങനെയാ ദൈവസ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക? എനിക്ക് പകരം എന്താ കൊടുക്കാൻ പറ്റുക? അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ ദൈവസ്നേഹത്തിന് ഒരു അളവുകോൽ സൃഷ്ടിക്കും? ആ ദൈവസ്നേഹം അത്ര വലുതാണ്, നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? അത് അനുഭവിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇതിന് അതിർവരം ഒരുവൻ ഇടുകയാണെങ്കിൽ അവനെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അവൻ മറ്റൊരു യേശുവിനെ പ്രഘോഷിക്കുന്നേ. അവൻ അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച യേശുവല്ല, അപ്പസ്തോലന്മാർ പ്രഘോഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു യേശുവിനെയാണ് അവർ പ്രഘോഷിക്കുന്നത്. എടാ നീ പാപിയാണോ, നിന്നെ കർത്താവ് വെട്ടിയടാ, നശിപ്പിച്ചടാ എന്ന് ഒരുവൻ പറയുകയാണെങ്കിൽ അവിടെ ദൈവസ്നേഹം നമ്മൾ എന്ത് ചെയ്തു? മാറ്റിവെച്ചു. അവിടെ ദൈവത്തിന്റെ സ്നേഹത്തിന് നമ്മൾ അതിർവരമ്പ് സൃഷ്ടിച്ചു, അതിനെ കെട്ടിയടച്ചു. ആ വ്യക്തി അല്ലെങ്കിൽ ആ ഗ്രൂപ്പ്, ആ സുവിശേഷകൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിലല്ല, പകരം എവിടെ നിന്നാണ്? മറ്റൊരു യേശുവിനെയാണ് അദ്ദേഹം പ്രഘോഷിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം 16-ാം വാക്യം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതായത് ഒരുവൻ നശിച്ചു പോകാനാണോ അവൻ പുത്രനെ അയച്ചത്, നശിച്ചു പോകാതിരിക്കാനാണോ പുത്രനെ അയച്ചത്? എന്താ നിങ്ങൾക്ക് ആ വാക്യം വായിച്ചിട്ട് മനസ്സിലായേ? ഒന്നുകൂടി വായിച്ചോ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി, അവൻ നശിക്കാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം
ദൈവം ലോകത്തെ അത്രമാത്രം. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിന് ആരും നശിക്കരുത്, ഒരുവൻ പോലും നശിച്ചു പോകരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരൊറ്റ വ്യക്തി പോലും നശിച്ചു പോകരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നാശത്തിലേക്ക് പോകുന്നവരുണ്ട്, ഇല്ല എന്നല്ല. നാശത്തിലേക്ക് സ്വയം തീരുമാനമെടുത്ത് പോകുന്ന അനേക വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. ദൈവസ്നേഹത്തെ തള്ളിക്കളഞ്ഞ്, ദൈവസ്നേഹത്തെ പുച്ഛിച്ചു തള്ളി ആ നാശത്തിലേക്ക് പോകുന്ന അനേക മക്കളുണ്ട്. എന്നാൽ ഒരുവൻ പോലും പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വീണ്ടും റോമാലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഞാൻ നീതിമാനായിരിക്കെ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. അങ്ങനെയാണോ? ഞാൻ പാപിയായിരിക്കെ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ദൈവം. ഇത് രണ്ടിനെ ഒരുപോലെ വെറുക്കുകയല്ല. പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. യേശു പറഞ്ഞു, നീതിമാന്മാർക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്, പാപികൾക്ക് വേണ്ടിയിട്ടാ. നഷ്ടപ്പെട്ട ആടുകളെ തേടിയാ ഞാൻ വന്നത്. ഇവിടെ സുവിശേഷമാകട്ടെ, യേശുവിന്റെ വചനങ്ങളാകട്ടെ, മുഴുവൻ നമ്മുടെ മുൻപിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച ക്രിസ്തു സ്നേഹമാണ്. നമുക്ക് ക്രിസ്തു നൽകിയത് സ്നേഹമാണ്. അതാണ് റോമാലേഖനം നമ്മളോട് പറയുന്നത്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കി. ദൈവത്തിന്റെ സ്നേഹം നമ്മളോട് പ്രകടമാക്കിയത്, ഞാൻ പാപിയായിരിക്കെ എനിക്ക് വേണ്ടി മരിച്ചിട്ടാ. ഞാൻ പാപം ചെയ്തപ്പോ എനിക്ക് വേണ്ടി മരിച്ചു. ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാനായ ഒരുവൻ ഇരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനം പറയുന്നത്, കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്തു പോകുകയാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു മധ്യസ്ഥനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ഞാൻ ഏതെങ്കിലും പാപത്തിൽ വീണു പോയാൽ എന്നെ വീണ്ടെടുക്കേണ്ടതിന് ദൈവസന്നിധിയിൽ ഒരു നീതിമാനായ യേശു ക്രിസ്തു ഉണ്ട്. അതാണ് വചനം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതാണ് എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-5 വാക്യം കൂടി വായിക്കാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യം. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഞാൻ പാപം വഴി മരിച്ചവനായിരുന്നു. ഞാൻ പാപം വഴി പൂർണ്ണമായി 0 ആയി മരിച്ചവനായിരുന്നു, ജഡമായിരുന്നു. എന്നാൽ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ദൈവവചനം നമ്മളോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നേരത്തെ അപ്പസ്തോലൻ 2 കൊരിന്തി അതിന്റെ 11-ാം അധ്യായത്തിലെ 4-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചു. മറ്റൊരു യേശുവിനെ ആരെങ്കിലും പ്രഘോഷിച്ചിരുന്നെങ്കിൽ, മറ്റൊരു ആത്മാവിനെ ആരെങ്കിലും സ്വീകരിക്കുന്നുവെങ്കിൽ, മറ്റൊരു സുവിശേഷം ആരെങ്കിലും പറയുന്നുവെങ്കിൽ. അപ്പൊ 3 കാര്യങ്ങളാ. ഒന്ന്, മറ്റൊരു യേശു. ആരാണ് മറ്റൊരു യേശു? സ്നേഹമല്ലാത്തത്, സ്നേഹത്തിന് അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നതാണ് മറ്റൊരു യേശു. പ്രകടമായ അവരെ നോക്കിക്കഴിഞ്ഞാൽ അവരും പ്രഘോഷിക്കുന്ന സുവിശേഷമായിരിക്കും, അവരും പറയുന്ന യേശുവിൻ്റെ ദാസന്മാരെന്നായിരിക്കും. പക്ഷേ അത് അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച യേശുവല്ല, അത് മറ്റൊരു യേശുവാ. ആ യേശുവിനെ അപ്പസ്തോലന്മാർ പ്രഘോഷിച്ചിട്ടില്ല, അത് മറ്റൊരു യേശുവാണ് എന്ന് ഇത്രയും വാക്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു ആത്മാവ്. എന്താണ് മറ്റൊരു ആത്മാവ്? നമ്മൾ കൃത്യമായിട്ട് അപ്പസ്തോലൻ പറഞ്ഞു, മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുന്നുവോ? അതായത് ഇന്നലെ വരെ ഞാൻ എന്തായിരുന്നു? ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ പുതിയൊരു വ്യക്തിയായി ഞാൻ മാറി. മറ്റൊരു ആത്മാവ് എന്നിൽ കടന്നു വന്നു. യഥാർത്ഥ ആത്മാവ് സുവിശേഷത്തിനെ പ്രൊമോട്ട് ചെയ്യും. സത്യാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ് എന്ത് ചെയ്യും? സുവിശേഷത്തിന് യാതൊരുവിധ തടസ്സവും ഉണ്ടാക്കത്തില്ല, യാതൊരുവിധ പ്രതിബിംബവും ഉണ്ടാക്കത്തില്ല. അവൻ സുവിശേഷത്തിന് വാതിൽ തുറന്നിട്ട് കൊടുക്കും, ഒരിക്കലും അടയ്ക്കത്തില്ല. എന്നാൽ സുവിശേഷത്തെ തടയുന്ന, സുവിശേഷത്തിന് അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്ന, ഇപ്പം നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും വലിയൊരു കൺവെൻഷനാണ് മാരാമൺ കൺവെൻഷൻ, അല്ലേ? പലരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചാൽ മാരാമൺ കൺവെൻഷനിലെ പാട്ടുകളൊക്കെ ഭയങ്കര പ്രസിദ്ധമാണ്. അപ്പോൾ ഈ മാരാമൺ കൺവെൻഷൻ എനിക്ക് തോന്നുന്നു അതൊരു മിക്ക സഭകളിൽ നിന്നുള്ള പിതാക്കന്മാരും അതിനകത്തുണ്ടാവും. ഒരു എക്യുമെനിക്കലായിട്ടൊരു രീതിയിലാണ്, അല്ലാതെ ഒരു വാശിയോ വൈരാഗ്യമോ ഒന്നുമില്ല. 1895 എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, 1895 എന്ന് പറയുമ്പോൾ ഏകദേശം 100 വർഷം, 125 അത്രയും വർഷം മുൻപ് തുടങ്ങിയ ഒരു കൺവെൻഷൻ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലും കേരള എല്ലാ പ്രമുഖരായിട്ടുള്ള സകലരും വന്ന് പ്രസംഗിക്കുന്ന. കാരണം അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുമ്പോൾ സുവിശേഷത്തിന് യാതൊരുവിധ പ്രതിബിംബവും ഇല്ല, യാതൊരുവിധ പ്രതിസന്ധിയും സുവിശേഷത്തിന് വെക്കത്തില്ല. സുവിശേഷം പ്രഘോഷിക്കപ്പെടണം,
സുവിശേഷം പ്രഘോഷിക്കപ്പെടുക തന്നെ ചെയ്യണം. ഇതാണ് അത്. മത്സരബുദ്ധിയോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ യാക്കോബായക്കാരനാകട്ടെ, ഓർത്തഡോക്സുകാരനാകട്ടെ, കത്തോലിക്കനാകട്ടെ, പെന്തക്കോസ്ത്, ഏത് വാട്ടവറിറ്റീസ്, ഏത് ഡിനോമിനേഷൻ, അവിടെ ഡിനോമിനേഷൻ ഫൈറ്റേ ഇല്ല. പകരം സുവിശേഷം വളരണം, ക്രിസ്തുവിനെ വളർക്കണം, ക്രിസ്തുവിന്റെ സ്നേഹം ലോകമെങ്ങും എത്തണം. ഇതാണ് ദൈവത്തിന്റെ ആത്മാവ്. അപ്പസ്തോലന്മാരിലൂടെ കേട്ട സുവിശേഷത്തിൽ നിന്നും നമ്മൾ സ്വീകരിച്ച ആത്മാവ് അതാണ്. ഇത് തന്നെ പൗലോസ് അപ്പസ്തോലനൊക്കെ കാണുന്നത്. പഴയ ഫിലിപ്പി ലേഖനം 1:15 ഒന്ന് വായിക്കാമോ? ഫിലിപ്പി ലേഖനം 1:15. ചിലർ അസൂയയും മാത്സര്യവും നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, മറ്റു ചിലർ സന്മനസ്സോടെ തന്നെ പ്രസംഗിക്കുന്നു. ഇവർ സ്നേഹത്തിന്റെ പേരിലാണ് അങ്ങനെ ചെയ്യുന്നത്, കാരണം സുവിശേഷത്തിന്റെ സംരക്ഷണത്തിന് ഞാൻ നിയുക്തനാണെന്ന് അവർക്കറിയാം. ആദ്യത്തെ കൂട്ടർ കക്ഷി മാത്സര്യം മൂലം എന്റെ ബന്ധനത്തിൽ എനിക്ക് ദുഃഖം വർദ്ധിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആത്മാർത്ഥത കൂടാതെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 18-ാം വാക്യം. അതായത് അവിടെ മാത്സര്യമുണ്ട്, കക്ഷി മാത്സര്യമുണ്ട്, എൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രസംഗിക്കുന്നത്. ഇതൊക്കെ അപ്പസ്തോലൻ പറഞ്ഞിട്ട് 18-ാം വാക്യം പറയാണ്, എന്നാൽ എന്ത് ആത്മാർത്ഥതയോടെയാണെങ്കിലും കാപട്യത്തോടെയാണെങ്കിലും എല്ലാ വിധത്തിലും ക്രിസ്തുവാണല്ലോ പ്രസംഗിക്കപ്പെടുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. അപ്പസ്തോലൻ പറയും, എങ്ങനെയായാലും അവൻ ഏത് ഡിനോമിനേഷൻ, ഏത് സഭ, ഏത് റീത്ത്, ഇതൊരു പ്രശ്നമല്ല. സുവിശേഷമാണല്ലോ പ്രസംഗിക്കുന്നത്, എൻ്റെ ക്രിസ്തുവാണല്ലോ പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ അതിന് ഒരുത്തൻ തടസ്സം നിൽക്കുകയാണെങ്കിൽ ആ ആത്മാവ് ഏതാണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പം സുവിശേഷം അപ്പസ്തോലന്മാരോട് പ്രഘോഷിക്കാൻ തുടങ്ങി. പത്രോസ് എഴുന്നേറ്റ് നിന്ന് പെന്തക്കോസ്ത നാളിൽ സഭയോട് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. അതിനുശേഷം ആ സുവിശേഷം വളർന്നു പന്തലിച്ചു, ജെറുസലേമിൽ മുഴുവൻ സുവിശേഷം വ്യാപിച്ചു. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഇതാ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന ആത്മാവിനാൽ നയിക്കപ്പെടുന്ന പൗലോസ് അല്ലെങ്കിൽ സൗൾ എന്ന വ്യക്തി, സൗൾ എന്ത് ചെയ്തു? സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ അവർക്ക് വേണ്ടി ആളുകളെ വസ്ത്രം സൂക്ഷിച്ച് അവർക്ക് വേണ്ടി ഒത്താശ ചെയ്തവനാണ് ആര്? സൗള്. അവർക്ക് വേണ്ടി ഒത്താശ ചെയ്ത ആ സൗള് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നിട്ടും അനങ്ങി കൊടുത്തില്ല. കാരണം അവന്റെ ആത്മാവേദ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന തത്വചിന്തയിൽ നിൽക്കുന്ന ആത്മാവാണ്. ആ ഒരു കഠിന മനസ്സുള്ള ആത്മാവാണ് ഈ പറയുന്ന സൗളിലുള്ളത്. എന്നാൽ സൗളിനെ ദൈവം പൗലോസാക്കി മാറ്റി. സൗള് ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നു, പൗലോസായി മാറി. അവന്റെ ആത്മാവിനൊരു ചേഞ്ച് ഉണ്ടായി. പഴയ ആത്മാവ് മാറി, അവനിൽ പൗലോസിന്റെ ആത്മാവ് വന്നു. അതിനുശേഷം പൗലോസിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോ അപ്പസ്തോലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് പല പ്രാവശ്യം കഷ്ടങ്ങൾ ഏൽക്കേണ്ടി വന്നു, 5 പ്രാവശ്യം 40-ൽ കുറയാതെ അടി ഞാൻ വാങ്ങി, കപ്പലപകടമുണ്ടായി, കഷ്ടതയുണ്ടായി, സഹോദരങ്ങളിൽ നിന്നും ദുരിതമുണ്ടായി. എന്നാൽ ഇവയൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ആത്മാവ് ഇന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തോട് ഒറ്റപ്പെട്ടിരിക്കുക. എൻ്റെ ആത്മാവ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിൽക്കുക. ഇനി പഴയ സാവൂളാകാൻ എനിക്ക് പറ്റത്തില്ല. പഴയ സാവൂളിന്റെ സ്വഭാവത്തിലേക്ക് മാറാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ നാവിനെ പഴയ സാവൂളിന്റെ സ്വഭാവത്തിലേക്ക് വിടാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിൽ നിൽക്കുക. ഒരുവൻ പഴയ സാവൂളാകുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഭയങ്കര വിനയമാണ് ചിലർക്ക്. വിനയാന്യതനായി ഇങ്ങനെ ഒരു ആടിനെ പോലെ ആയിരിക്കും നിൽക്കുക. കഴിഞ്ഞ കുറേ കാലം ഇങ്ങനെ ഒരു കുഞ്ഞാടിനെ പോലെ എല്ലാവരുടെ മുൻപിൽ ഇങ്ങനെ നിന്ന് വിനയാന്യതനായി നിന്നവൻ പെട്ടെന്നൊരു ദിവസം അവൻ വിനായകനായി മാറുന്നു. നമ്മൾ ഈ സിനിമാ നടൻ വിനായകന്റെ സ്വഭാവം അറിയാലോ അല്ലേ? മറ്റേ വില്ലൻ കഥാപാത്രമൊക്കെ അവതരിപ്പിക്കുന്ന, അതായത് വാ തുറന്നാ വരുന്നത് ആ കൊച്ചി ഭാഷയായിരിക്കും. ആ ഭാഷയെ വരത്തുള്ളൂ പിന്നെ വായെന്ന്. അതുവരെ കഴിഞ്ഞ ദിവസം വരെ അവൻ എങ്ങനെയായിരുന്നു? ഭയങ്കര വിനയാന്യതനായി നിൽക്കുകയായിരുന്നു. പക്ഷെ ആത്മാവ് ചേഞ്ച് ആവുമ്പോൾ അവൻ പഴയ സാവൂളിനേക്കാളും കഷ്ടമാവും. സാവൂളിന് പിന്നെ ഒരു നീതി ഉണ്ടാവും, പക്ഷേ അതിനേക്കാൾ മോശമായി മാറും. അതാണ് ആത്മാവിന്റെ വ്യത്യാസം. അവൻ വിനായകന്റെ സ്വഭാവം കാണിക്കും, അതിന്റെ ഭാഷ വരും, ലാംഗ്വേജിൽ വ്യത്യാസം വരും, എല്ലാ കാര്യത്തിലും വ്യത്യാസമായി മാറും. അവിടെയാണ് വ്യത്യാസം വരുന്നത്. ആത്മാവ് മാറിക്കഴിഞ്ഞാലുള്ള പ്രശ്നം. അതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങൾ പ്രഘോഷിച്ച ക്രിസ്തു അല്ലാതെ ഞങ്ങളിൽ
വന്ന ആത്മാവല്ലാതെ മറ്റൊരു ആത്മാവ് നിന്നിൽ വന്നാൽ അവനെ നിങ്ങൾ സൂക്ഷിക്കണം. അത് ദൈവത്തിൽ നിന്നല്ല, നിങ്ങൾ അവന് കീഴ്പ്പെട്ട് പോകരുത് എന്ന് അപ്പസ്തലൻ പറയുന്നത്. അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യേശുവിന്റെ സ്നേഹത്തിന്, യേശുവിന്റെ ആ കൃപ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ സാവൂളല്ല, പിന്നെ പൗലോസാ. അവന് പൗലോസിനെ പോലെ പോകാൻ പറ്റത്തുള്ളൂ. എത്ര അടി കിട്ടിയാലും 5 പ്രാവശ്യം അല്ലെങ്കിൽ 1 കുറയാതെ അടി കിട്ടിയാലും എന്തൊക്കെ പ്രശ്നമുണ്ടായാലും എല്ലായിടത്തും അവൻ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ നിലനിൽക്കും. അവന്റെ ആദരവും അവന്റെ സുവിശേഷവും അവന്റെ പ്രവൃത്തിയും എല്ലാം ക്രിസ്തുവിന്റെ സുവിശേഷമായിരിക്കും, ക്രിസ്തുവിന്റെ ആത്മാവായിരിക്കും അവനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതല്ല എങ്കിൽ പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞത് 2 കൊരിന്തിയിൽ, സൂക്ഷിക്കണം, കാപ്പട അപ്പസ്തോലന്മാരായി വേഷം കെട്ടുന്നവർ അവർ ക്രിസ്തുവിനെയല്ല മറ്റൊരു യേശുവിനെ പ്രഘോഷിക്കുന്നു. അവർ ക്രിസ്തുവിന്റെ ആത്മാവിലല്ല മറ്റൊരു ആത്മാവിൽ അവർ പ്രഘോഷിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇനി മറ്റൊരു സുവിശേഷം. നമ്മൾ ആദ്യം കണ്ടത് മറ്റൊരു യേശു, 2 മറ്റൊരു ആത്മാവ്, 3 മറ്റൊരു സുവിശേഷം. എന്താണ് മറ്റൊരു സുവിശേഷം? നമുക്കിപ്പം ഒരു ബേസിക്കലി നമ്മുടെ മുമ്പിൽ വരുന്ന സുവിശേഷം, ഇപ്പം ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് യേശുവിനെ അറിഞ്ഞു, യേശുവിനെ സ്വീകരിച്ചു, യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചു. ഞാൻ ബൈബിള് മുഴുവൻ പഠിച്ചിട്ട് സുവിശേഷം പ്രസംഗിക്കാന്ന് വെച്ചാൽ കാലം കുറേ എടുക്കും അല്ലേ? ഇത് മുഴുവൻ പഠിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ തിയോളജിക്കൽ വശങ്ങൾ, ഇതിൻ്റെ എല്ലാം മനസ്സിലാക്കി സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ വലിയ പാടാണ്. നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ സഭകളിലുള്ളവർ ഒരു ക്രീഡ്, ഒരു വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുന്നുണ്ട്. എന്നാൽ വിശ്വാസ പ്രമാണത്തിൻ്റെ ആ ബേസിക് നമ്മൾ നോക്കിക്കോ. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു, അവൻ പരസ്യ ജീവിതത്തിലായിരുന്നു, അവൻ പീഡകളേറ്റു, അവൻ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ വീണ്ടും വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനിലാണ് രക്ഷ. സുവിശേഷം ഒറ്റവാക്കി പറഞ്ഞാൽ നമ്മൾ ആ വിശ്വാസ പ്രമാണം ഒന്ന് ഏറ്റുചൊല്ലിയാൽ സുവിശേഷമായി. വിശ്വാസ പ്രമാണം നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ പൂർണ്ണത നമ്മിൽ തന്നെ വന്നു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു മേഖല നമ്മൾ ശ്രദ്ധിക്കണം. ഒരുവൻ സുവിശേഷമാണ് പറയുന്നതെങ്കിൽ രക്ഷയെക്കുറിച്ചായിരിക്കും പറയുന്നത്, ശിക്ഷയെക്കുറിച്ച് പറയും, ശിക്ഷയെ ചൂണ്ടിക്കാണിക്കും. അതാ യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്. പരിശുദ്ധാത്മാവ് വഴിഞ്ഞു കഴിഞ്ഞാൽ ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വ്യക്തമായി അവൻ പഠിപ്പിക്കും, അവൻ കൃത്യമായി അവൻ പറയും. എന്നാൽ സുവിശേഷത്തിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ വീണ്ടും വരും, അവനിൽ വിശ്വസിക്കുന്നവന് രക്ഷ എന്ന കാര്യമാണ് പറയുന്നത്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. നീ വേറെ പ്രവൃത്തി ഒന്നും ചെയ്യണ്ട, നീ വേറെ ഒന്നും ചെയ്യണ്ട, യേശുവിൽ നീ വിശ്വസിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷയിലേക്ക് നയിക്കും എന്നുള്ളതാണ് അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച സുവിശേഷം. എന്നാൽ മറ്റൊരു സുവിശേഷമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷം ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അവനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അംഗീകരിക്കരുത്. അതെന്താണ് മറ്റൊരു സുവിശേഷം? ഇപ്പം പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ മാതാവുമായി ഉടമ്പടി ചെയ്യണം എന്നാലേ രക്ഷ പ്രാപിക്കത്തുള്ളൂ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ മാതാവുമായി ഉടമ്പടി ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് മറ്റൊരു സുവിശേഷമാ, അപ്പസ്തോലന്മാരുടെ സുവിശേഷമേ അല്ല. അപ്പസ്തോലന്മാർ നമ്മുടെ മുമ്പിൽ വെച്ച സുവിശേഷം യേശുവാണ് രക്ഷ, രക്ഷ സൗജന്യമാണ്, ഇതാണ് മുഴുവൻ സുവിശേഷം. എന്നാൽ നീ ഒരു ഉടമ്പടി എടുത്ത്, അല്ലെങ്കിൽ നീ മുട്ടേൽ എഴഞ്ഞ്, നീ ഒരു മല കയറി, നീ കല്ലെടുത്ത് വെച്ച് തലയിൽ വെച്ച് നടന്ന്, നീ ഒരു നേർച്ച നടത്തി, നീ ഒരു ഏതെങ്കിലും ഒരു ഉരുള നേർച്ചയോ മുട്ടയിലിഴക്കമോ എന്തെങ്കിലും കാഴ്ച കൊടുത്തോ പണം കൊടുത്തോ ഇങ്ങനെയൊക്കെ കിട്ടുന്നതാണ് രക്ഷ എന്നോ അനുഗ്രഹമെന്നോ ഒരുവൻ സുവിശേഷം പ്രസംഗിച്ചാൽ അതെന്താണ്? അത് മറ്റൊരു സുവിശേഷമാണ്. ആ സുവിശേഷം അപ്പസ്തോലന്മാരിൽ നിന്ന് വന്നതല്ല, അത് മറ്റൊരു സുവിശേഷമാണ്. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വിഗ്രഹങ്ങളെ സൃഷ്ടിച്ച് അതിൻ്റെ അടിയിൽ ഒരു നേർച്ചപ്പെട്ടി വെച്ച് കുറെ പേരോട് പൈസ ഇടാൻ പറഞ്ഞ് എല്ലാത്തിനും പണം വെച്ച്, ഓക്കെ ഇതിനിത്ര പണം, ഇതിനിത്ര പണം, എല്ലാത്തിനും പണം പണം പണം, അതിനൊരു മാനദണ്ഡം പണം വെച്ചിട്ട് ചെയ്യുന്ന ശുശ്രൂഷകൾ, അത് മറ്റൊരു സുവിശേഷമാണ്. ഇത് അപ്പസ്തോലന്മാരുടെ സുവിശേഷമല്ല, അത് വേറൊരു സുവിശേഷമാണ്. അത് ക്രിസ്തുവിന്റെ സുവിശേഷമായി യാതൊരുവിധ ബന്ധവുമില്ല. ഇതാണ് പൗലോസ് അപ്പസ്തോലൻ വ്യക്തമായിട്ട് പറയുന്നത്. നമുക്ക് ആ വചനം ഒന്നുകൂടി വായിക്കാം. 2 കൊരിന്തി അതിൻ്റെ 11-ാം അധ്യായം 4-ാം വാക്യം നമുക്കൊന്നുകൂടി വായിക്കാം.
എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ, അതായത് സ്നേഹമല്ലാത്ത ഒരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ ഏതെങ്കിലും വ്യക്തി വന്ന് പ്രസംഗിക്കും കഴിഞ്ഞാൽ, നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ, നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ആത്മാവല്ലാതെ മറ്റൊരു ആത്മാവിനെ, അതായത് കണ്ടവനെയൊക്കെ കല്ലെറിയ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് ആക്രോശിക്കുന്ന ഒരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ അതായത് രക്ഷ സൗജന്യമാണെന്നും അത് ദാനമാണെന്നും പറയുന്ന സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. നിങ്ങൾ അനായാസം അതിന് അടിമപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ അനായാസം അതിന്റെ അടിമയായി കഴിഞ്ഞു. നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയാത്തവണ്ണം നിങ്ങൾ അതിന് അടിമപ്പെട്ടു. നിങ്ങൾക്ക് ഇനി തിരിച്ചു വരാൻ വലിയ പാടാ. നിങ്ങൾ അതിന് അടിമപ്പെട്ട് കഴിഞ്ഞു. യാതൊരു വിധത്തിലും ഇനി അതിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാകത്തില്ല. കാരണം എന്താ? 3 കാര്യങ്ങൾ. ഒന്ന്, മറ്റൊരു യേശുവാണ് നിങ്ങളിപ്പോൾ ഭരിക്കുന്നത്. മറ്റൊരു സുവിശേഷമാണ് നിങ്ങളിപ്പോൾ ഭരിക്കുന്നത്. മറ്റൊരു ആത്മാവാണ് നിങ്ങളെ നടത്തുന്നത്. നിങ്ങൾ വിചാരിക്കും, ഓക്കെ, ഞങ്ങൾ കർത്താവിൻ്റെ കൂടെയാണ്, ഞങ്ങളുടെ ഉള്ളിലുള്ളത് ശരിയായ യേശുവാണ്, ഞങ്ങൾ പ്രഘോഷിക്കുന്നത് ശരിയായ, എല്ലാം അവർ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കും. പക്ഷേ അത് യാതൊരു വിധത്തിലും അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച ക്രിസ്തുവോ അപ്പസ്തോലന്മാർ സ്വീകരിച്ച ആത്മാവോ അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച സുവിശേഷമോ അല്ല. ഇതിൽ നിന്നും പൂർണ്ണമായി വ്യതിചലിച്ചു കൊണ്ടുപോകുന്ന ഒരു യേശുവും ഒരു ആത്മാവും ഒരു സുവിശേഷവുമാണ്. അങ്ങനെ നിങ്ങൾ അതിന് ചെവി കൊടുത്താൽ, നിങ്ങൾ അതിന് അവസരം കൊടുത്താൽ, നിങ്ങൾ അതിന് കീഴ്പ്പെട്ടാൽ, നിങ്ങൾ അതിന് സമയം കൊടുത്താൽ, നിങ്ങൾ അതിൻ്റെ അടിമയായി അനായാസം അതിന് കീഴടങ്ങും. തിരിച്ചു പോരാൻ കഴിയാത്തവണ്ണം നിങ്ങൾ അതിൻ്റെ അടിമയായി അതിന് കീഴടങ്ങിയായിരിക്കും ചെയ്യുന്നത് എന്നാണ് ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവിനൊന്ന് സ്തുതിച്ചേ. ഈ കാലം എത്രയും ദൈവമേ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. കർത്താവേ, ഒരു കാലത്ത് ലോകത്തിന്റെ അടിമത്തത്തിൽ ഞങ്ങളായിരുന്നു, ലോകത്തിന്റെ വെറിക്കുത്തുകളിൽ ഞങ്ങളായിരുന്നു, അവിടുത്തെ തിന്മയിൽ ഞങ്ങളായിരുന്നു, അവിടുത്തെ അന്ധകാരത്തിൽ ഞങ്ങളായിരുന്നു, അവിടുത്തെ തിന്മയുടെ സ്വാധീനത്തിൽ ഞങ്ങളായിരുന്നു. എന്നാൽ സകല നേർച്ച കാഴ്ചകളിൽ നിന്നും, സകല തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും, സകല അന്ധകാരക്കെട്ടുകളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. ഞങ്ങളെ വീണ്ടെടുത്ത ഒരു ദൈവത്തിന്റെ സ്നേഹമുണ്ട്. ഞങ്ങളെ വിശുദ്ധീകരിച്ച ഒരു ദൈവത്തിന്റെ കാരുണ്യമുണ്ട്. ആ കാരുണ്യമാണ് ഇന്ന് ഞങ്ങളെ നിർത്തിയിരിക്കുന്നത്. ആ കാരുണ്യമോ ഇന്ന് ഞങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുന്നത്. എത്ര പേർക്കത് മനസ്സിലാക്കാൻ സാധിക്കും? കർത്താവേ, ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചൊരു ദൈവമുണ്ട്, ഞങ്ങളെ വിശുദ്ധീകരിച്ചൊരു ദൈവമുണ്ട്. ഈ അടിമത്തത്തിൽ നിന്നും, മറ്റൊരു യേശുവിൻ്റെ അടിമത്തത്തിൽ നിന്നും, മറ്റൊരു ആത്മാവിൽ നിന്നും, മറ്റൊരു സുവിശേഷത്തിൽ നിന്നും വർഷങ്ങളായി വീണ്ടെടുത്ത ഈ കുടുംബങ്ങളെ ഓർത്ത് നന്ദി പറയുന്നപ്പാ. ഈ ജീസസ് വിഷൻ ഫാമിലികളെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവ സാന്നിധ്യം ഈ കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. അന്ധകാരത്തിന്റെ തിന്മകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഏതെങ്കിലും വ്യക്തികളുടെ ഹൃദയങ്ങളിലേക്ക്, അവരുടെ ചിന്തകളിലേക്ക് ഇങ്ങനെ ഏതെങ്കിലും മേഖലകൾ, ഏതെങ്കിലും തിന്മയായ പഠനങ്ങൾ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു, അതിനെ വാഷ് ഔട്ട് ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനോട് നന്ദി പറഞ്ഞു. കർത്താവേ, നീ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിച്ചു അല്ലപ്പാ. പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ചതുപോലെ ദൂതന്മാർ പോലും എത്തി നോക്കാൻ കൊതിക്കുന്ന ആ സ്നേഹത്തിൽ നീ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിച്ചു. ഒരു ദൂതന്മാർക്ക് വേണ്ടിയും യേശു ചെയ്യാത്ത ആ മഹത്തായ കാര്യം അവൻ നമുക്ക് വേണ്ടി ചെയ്തു. എത്ര വലിയതാ! ഏത് തരത്തിലും നമുക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ അതിൻ്റെ ആഴം അളക്കാനോ സാധിക്കാത്ത ആ ദൈവിക കൃപയോർത്ത് കർത്താവിന് നന്ദി പറഞ്ഞു.